കാരുണ്യസിന്ധുവാം ദൈവത്തിൻ തിരുനാമത്തിലോതുന്നു ദിവ്യമാം സ്തുതികൾ. ലോകങ്ങളൊക്കെയും കാത്തുരക്ഷിച്ചിടും ലോകൈകനാഥനെ വാഴ്ത്തുന്നു സർവരും. കാരുണ്യമേകുന്ന രക്ഷക നിൻ കൃപാപൂരം നിരന്തരം വർഷിക്ക ഞങ്ങളിൽ. തീർപ്പുകൾ നൽകുന്ന വാസരെ ഞങ്ങളെ കാരുണ്യമോടു നീ കാത്തുകൊള്ളണമേ. ധ്യാനത്തിലാമഗ്നമാകും മനസ്സുമാ കാലം കഴിക്കുന്നു സർവദാ ഞങ്ങളും. നിന്നോട് മാത്രം നിവേദനം ചെയ്തിടും, നിന്നെ മാത്രം നിത്യം വണങ്ങിടും. നേരായ മാർഗം തെളിക്കണേ രക്ഷക, പാരാകെ നിത്യം നയിക്കുമാറാകണേ. സത്തുക്കൾ പോയോരു മാർഗേണ ദൈവമേ ലക്ഷ്യത്തിലെത്താൻ തുണയ്ക്കുമാറാകണേ. നിൻ കോപാഗ്നിയിൽ വീണോരു മർത്യന്റെ പിന്റെ അയക്കലാം രക്ഷക ഞങ്ങളെ. That was absolutely divine. Thank you, Anna Maria, for the beautiful rendition. Moving on to the formal function, let me invite Dr. P. Geeta, Associate Professor of Department of Economics, Sri Shankara College, for the welcome speech. Welcome, ma'am. Respected President of the function, Dr. A. Suresh, today's honor, Dr. R. Remya, respected HOD of the Department of Economics, Dr. X. Srija, my dear colleagues and dear friends and students. Today is a remarkable day or memorable day for our department, since our Economics Association is inaugurating in the midst of COVID-19. First of all, I welcome our beloved principal, who is a constant motivator of the department to this function. Today's guest, Dr. Remya, currently working as HOD and Assistant Professor of the Research Department of Economics, Sri Achutha Menon Memorial Government College, Thrissur. Academically, Dr. Remya is a very brilliant scholar and passed all the examinations, BA and MA, with the university ranks. She took PhD in Gender Economics from MG University, Kottayam. Today, she is talking about gender lens, need and necessity. Above all, she is a good friend of our primi teacher. They study together from primary classes. I have great pleasure to invite or to welcome Dr. Remya to this function. Now I welcome our HOD, Dr. S. Srija, to this function. I have a great pleasure to welcome all my colleagues and my dear students to this function. Thank you all. Thank you, Geeta ma'am. That was a real warm welcome. No official function is done without the presidential address. It's my pleasure to call upon Dr. A. Suresh, Principal of Sri Shankara College, Kaladi, to give away the presidential address. Welcome, sir. Good morning, എല്ലാവർക്കും നമസ്കാരം. ഈ എക്കണോമിക്സ് അസോസിയേഷന്റെ
പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഡോക്ടർ ആർ രമ്യ, ഗവൺമെന്റ് കോളേജ് തൃശൂർ, ഡോക്ടർ ശ്രീജ, ഗീത, ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് അധ്യാപകര്, വിദ്യാർത്ഥിനികള്, ഈ വർഷം ഒരു അസോസിയേഷൻ എന്ന രീതിയിൽ ഏറ്റവും ആദ്യം നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഇക്കണോമിക്സ് അസോസിയേഷന്റെ പരിപാടി. ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോളേജില് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളുമായിട്ടൊക്കെ ഇന്ററാക്ഷൻ നടത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഈ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. കുട്ടികളുടെ എണ്ണത്തിലും ഏകദേശം കൊമേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും കൂടിയാണ് എക്കണോമിക്സ്. ആദ്യമേ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികള് വളരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു സാഹചര്യത്തില് ആ കുട്ടികൾക്ക് എല്ലാവിധ പിന്തുണയും ആശംസയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എക്കണോമിക്സ് അസോസിയേഷൻ ഏറ്റവും ആദ്യം തന്നെ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന മിക്കവാറും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്കണോമിക്സ് അസോസിയേഷൻ തന്നെയാണ്. അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിലും നമ്മൾ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലൊക്കെ ഡിപ്പാർട്ട്മെന്റിനാകുന്ന വിധത്തിലൊക്കെ ഒരുപാട് പരിപാടികൾ ആ ദിവസങ്ങളിലൊക്കെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. നമ്മുടെ ഓഡിറ്റോറിയത്തിലും അതുപോലെ തന്നെ ഗ്രൗണ്ടിലൊക്കെ, അല്ല നമ്മുടെ ആ കോളേജിലേക്ക് ഗ്രൗണ്ടിന്റെ ഓഡിറ്റോറിയത്തിന്റെ സമീപത്തുള്ള പ്രദേശങ്ങളിലൊക്കെ സ്റ്റാളുകളൊക്കെ ഇട്ട് നല്ല ആ ഒരു വസന്ത കാലഘട്ടം ഞാനിങ്ങനെ ഓർക്കുകയാണ്. എന്നിരുന്നാലും ഈ പരിമിതമായ സാഹചര്യത്തില് ഇപ്രകാരം ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് തന്നെ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. ഇപ്പൊ ഈ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കോവിഡിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് ചെയ്യാനായിട്ട് കഴിയും. കാരണം അവരുടെ ഇടയിൽ തന്നെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ തിരിച്ചറിയുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഡിബേറ്റുകൾ, ക്വിസ്, അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഒരുപാട് പ്രോബ്ലംസ് എന്ന് ഇപ്പൊ നമ്മള് ഈ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് അതിനെക്കുറിച്ച് ഒരു ചർച്ച ഏതെങ്കിലും ഒരു അധ്യാപകരുടെ നേതൃത്വത്തിലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യേണ്ടതൊക്കെ ആവശ്യമുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് എക്കണോമിസ്റ്റുകളുണ്ട്. ലോക നിലവാരത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് എക്കണോമിസ്റ്റുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അമർത്യ സെൻ, അതുപോലെ തന്നെ കൗശിക് ബാസു, ഗീത ഗോപിനാഥ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് മലയാളി വേരുകളുള്ള ഒരാളാണ്. അവര് ഇപ്പൊ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അമർത്യ സെൻ നേരത്തെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. ഇപ്പം ഗീത ഗോപിനാഥ് ഇപ്പം ഒരു ഇന്ത്യൻ അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അവര് ചീഫ് എക്കണോമിസ്റ്റ് ആണ് IMFന്റെ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ. കൗൺസിലറും ഡയറക്ടറായിട്ടുള്ള ആളായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് അഡ്വൈസറും കൂടി ആയിരുന്നു കഴിഞ്ഞ നാളുകളിൽ. പിന്നെ മൻമോഹൻ സിംഗ്, നമുക്കറിയാം, ഇന്ത്യയുടെ ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു. RBI വേൾഡ് തലത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പിന്നെ റഘുറാം രാജൻ, RBIയുടെ ഗവർണർ. പിന്നെ സുർജിത് ബാല, അഭിജിത് ബാനർജി, അമിത് മിത്ര, അതുപോലെ തന്നെ അരവിന്ദ് പനാഗാരിയ, അവിനാശ് ദീക്ഷിത്, ബിബേക് ഡിബ്രോയ്. ഞാൻ ഈ പേരുകളൊക്കെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഈ കുട്ടികള് ഇവരെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ കുട്ടികൾ ഇതെല്ലാം എടുത്ത് ഇവരെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇവരുടെ പ്രധാനപ്പെട്ട ലേഖനങ്ങൾ എന്താണ്, ഇവര് എക്കണോമിക് മേഖലയിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ,
കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ KN രാജ്, അതുപോലെ തന്നെ ഇതിനു മുമ്പിലത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്, പിന്നെ ജോൺ മത്തായി, VK കൃഷ്ണമേനോൻ, ഇവരെല്ലാം കേരളത്തിൽ അറിയപ്പെടുന്ന എക്കണോമിസ്റ്റുകളാണ്. അതുകൂടാതെ തന്നെ ഇപ്പം പുതിയതായിട്ട് ഒരുപാട് എക്കണോമിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കുട്ടികളായിട്ടുള്ള നമ്മുടെ PG പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇവർക്കൊക്കെ ഇപ്പൊ ഇവരുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ ലൈബ്രറിയിൽ എടുത്ത് വായിക്കാവുന്നതാണ്. പലരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, ചുമ്മാ ഇവിടെ കോളേജിൽ വന്ന് പോകുന്നുള്ളതല്ലാതെ ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കോവിഡിന്റെ കാലഘട്ടത്തില് നമ്മൾ അറിയാം, നമ്മുടെ എക്കണോമിയൊക്കെ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ മൊത്തം എക്കണോമി ആകെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. അപ്പം ആ മേഖലയിലൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഇപ്പം ജീവിക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥ, ആശുപത്രി ബില്ലുകൾ, മെഡിക്കൽ ബില്ലുകൾ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നു കഴിയുമ്പം നമുക്ക് മാർക്കറ്റിലേക്കൊന്നും ചെലവഴിക്കാനില്ല. മാർക്കറ്റിൽ പൈസ കൂടുതൽ ഇറക്കിയെങ്കിൽ മാത്രമാണ് എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇപ്പൊ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കുട്ടികളായിട്ടുള്ള നിങ്ങൾ ഇതെല്ലാം പരമാവധി ഈ കോവിഡ് കാലഘട്ടത്തിലും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് എക്കണോമിയെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു. എക്കണോമിയെ ബാധിക്കുക എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ മൊത്തത്തില് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് എക്കണോമിസ്റ്റുകളാണ്. അപ്പം ഇതിന് കുട്ടികളായിട്ടുള്ള നിങ്ങൾ അതിന് മുൻകൈയിട്ട് ഇറങ്ങണം. അതിനു വേണ്ടിയിട്ട് ഈ എക്കണോമിക്സ് അസോസിയേഷൻ്റെതായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഈ കോവിഡ് കാലഘട്ടത്തിലെ എക്കണോമി എങ്ങനെ ബാധിച്ചിരിക്കുന്നു, ഇനി അത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, ഇവ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ സംരംഭത്തിന്, ഈ അസോസിയേഷൻ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിലെ ഡോക്ടർ രമ്യയാണ്. രമ്യ ടീച്ചറിനെയും ഔദ്യോഗികമായിട്ട് കോളേജിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for the beautiful message. We now have the much awaited moment, the official inauguration of the Economic Association of Sri Shankara College for the year 2021-22. To do the honors, we have Dr. R. Remya. She is currently working as the assistant professor and is also the head of the research department of economics in Sri Achutha Menon Government College, Thrissur. She completed her BA Economics and was the second rank holder. Further, she did her MA in Development Economics and secured the second rank, both from Department of Economics, Calicut University. Further, she also went to do her PhD in Gender Economics from MG University, Kottayam. She has been awarded the prestigious KN Raj Fellowship for College Teachers by the Center for Development Studies, Trivandrum. She is also an external resource person of Kerala Institute of Local Administration in the area of gender responsiveness in local governance since 2017. She has authored 4 books on gender economics and edited 4 books on Kerala economy and published several other articles in national and international journals, and her areas of specialization include gender economics, microeconomics, and econometrics. These are just few of her achievements, and the list is endless. Her achievements truly say that she is the best and the most person to be here with us on this occasion and to share her thoughts on the topic gender lens, needs and necessities. Also, Remya ma'am was the classmate of our tutor, Premium Miss. So, with all due respect and utmost honor, let me take this opportunity to invite Remya ma'am for the inaugural address. Welcome, ma'am. Thank you so much for a nice welcome, Plaiti. Thank you so much.
Good morning, everyone. I hope you can hear me. Okay. Inauguration നമുക്ക് ഈ presentation കഴിഞ്ഞിട്ടാണോ എങ്ങനെയാണ് സർ? Presentation ആണോ ആദ്യം ഉദ്ദേശിക്കുന്നത്? ടീച്ചർ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് പ്രസന്റേഷൻ നടത്താം, അതല്ലേ നല്ലത്? ശരി ശരി, ഓക്കെ, താങ്ക് യു. And respected teachers, especially Dr. Thrissur, principal of this college, Dr. Srita, Dr. Geeta, Dr. Prasad, and all other staff. First of all, I take this opportunity to thank one and all for welcoming me for this particular inauguration of the Economic Association. And the blessing of God that Remya is my classmate, my intimate friend too. And he invited me for this particular program without second thought or something relating to that of gender because even is that whatever we, for example, when it's too much discrimination or highly educated society, in spite of if the society is not gender responsive or if it has no gender role, we can't call it as a complete society. That's why basically my focus is on only those gender sensitive or gender sensitivity creates a total well-being of the society. And on the basis of that, when we talk about gender equality, there is always a confusion arise in the mind of the public that it's often misinterpreted as a women's issue. But yes, I wish to share with you that don't consider it as a women's issue. It's considered from the point of view of a humanitarian issue. Because when we treat the different genders in an equal manner, it in fact improves the welfare of the entire society. And such a change that we need, that here we have the degree students as well as postgraduate students. Basically, what we need is that a change in the attitude of or change in the behavior of the coming generation, that to treat all genders in an equal manner. And on the basis of that, or basically I am focusing upon that particular angle. That means that treat everybody as a equal, whether it is men, women, intersex or transgender community or whoever or whatever it may be, treat everybody as equals. And then alone it is possible for us to move to out of a developed economy. As in the inaugural presidential address, our dear principal has pointed out the names of prominent economists and what we have to do in that of the coming future and how corona hit our society in the last few months or last few years. Everything focused that whatever be that of the improvement we intended for our society, one important aspect is that of gender equality. That means a gender lens is very essential. That it's in fact considered to be as a need and necessity for the improvement of every society. And basically in my presentation, I wish to share with you some views associated with the significance of this gender lens. Basically, rather than a one-way lecture, I basically intended for a discussion type. That means that then only it is possible for us to create or to express our views, that we in fact need a space of our own. Okay, and I'm not going to much detail, and basically at this moment of time, I declared that the Economic Association is being inaugurated today, and hope so many programs will be forthcoming in that of this academic year, and hope all the programs will benefit the entire community without focusing any particular section of the community. And once again, I take this opportunity to thank all the entire
BA faculty members, especially the principal and HOD and my dearest friend, Dr. Premi Pitachil, as well as Prasad sir, who invited me, who reminded me about the program. And thank you so much, dears, for inviting me to this program. And I officially declared that this program is being, the Economic Association is formally inaugurated. Thank you. Thank you, ma'am. We can continue the presentation. Can you see my screen? One second, please. Not yet, not yet. Yes, yes. Yeah, thank you. Yes. Yeah. നമുക്കൊരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു സംസാരത്തിലൂടെ പോവാം. Otherwise it will become boring for you, basically for that of the student community. Okay, if you had any clarification required, just ask me. Okay, no need for any formalities. Be good friends. Okay, thank you. And coming to the presentation, the topic I'm going to discuss with you is something relating to that of gender. Gender lens, the need and necessity. Okay. And as the significance of gender, as I already explained in my inaugural talk, that and here in the presentation itself, I am focusing upon three basic aspects. The gender lens, I will firstly explain what is the need and necessity for a gender lens. Okay, and after that, I will explain the case of Kerala. What is happening in Kerala? What about our gender sensitivity, or what all gender sensitization happens in Kerala? And finally, I wish to focus upon sexual a mistake is take place, sexual as well as gender minorities. I will focus. Okay. And coming to that of the session 1, gender lens, need and necessity. Okay. When we talk about gender, there are different concepts or different terms that came into our mind, or when that of the vocabulary of gender is such a widespread phenomena, and which includes so many terms. And gender sensitivity, we heard about gender sensitization, gender roles, gender needs, and this question arises: what is that gender sensitivity, gender sensitization, gender roles, or gender needs? Okay, gender sensitization in fact means its awareness about gender has played an important role, plays an important role in our, life. ജെൻഡറിന് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിനെയാണ് വി ഓൾവേസ് കോൾഡ് ആസ് ജെൻഡർ സെൻസിറ്റിവിറ്റി. ഓക്കെ, ആൻഡ് വെൻ ദിസ് then this awareness, if it is molds our character and molds our character as well as behavior, and if you move towards to the application set, അത് നമ്മുടെ ക്യാരക്ടറിനെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ബിഹേവിയറിനെ മോൾഡ് ചെയ്ത ഒരു ജെൻഡർ ഇക്വാളിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുമ്പോൾ it becomes gender sensitization. And when we talk about Kerala, we have often said that the people of Kerala are always gender sensitive people, and always we try to achieve gender sensitization. That means to practical application of this, what we know about gender. And all, but we talk about gender roles. Gender roles in fact means what the society want men and women to act, how the men have to be act in the society, how women have to be act in the society. That means that they always consider, in the case of gender roles, there is always a consideration that is binary. That means only male as well as female in the society, but it is not so. I will explain in my later slides. എപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണ വരാറുള്ളത് ജെൻഡർ റോൾസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ജെൻഡർ റോൾസ് സ്ത്രീകൾ എന്തൊക്കെ ചെയ്യണം, ഇല്ലാച്ചാ പുരുഷന്മാർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് ദീസ് ആർ ദ ജെൻഡർ റോൾസ് എന്നുള്ളതാണ് സൊസൈറ്റി. സ്ത്രീകൾക്ക് ഇന്ന കാര്യങ്ങൾ, പുരുഷന്മാർക്ക് ഇന്ന കാര്യങ്ങൾ എന്ന്, ദാറ്റ് ഈസ് ഇൻ ഫാക്ട് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ. അതിനപ്പുറത്തേക്ക് പലപ്പോഴും പോണില്ല. അവിടെയാണ് നമ്മുടെ ഒരു വാട്ട് യു മീൻ ബൈ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് that we have to crack. Okay, then only it is possible for us to understand what is നേരത്തെ പറഞ്ഞതുപോലെ gender sensitivity എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്.
നമ്മുടെ ഉള്ളിലേക്ക് വരാനും അതിനെ നമ്മുടെ ക്യാരക്ടർ മൗൾഡിങ്ങിൽ ബിഹേവിയറിൽ ചേഞ്ചിൽ ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ബ്രേക്കിംഗ് ദ ജെൻഡർ റോൾസ്, ഇതെല്ലാം നമുക്ക് വരണം. അവിടെ ജെൻഡർ നീഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെൻ വി ടോക്ക് അബൌട്ട് ജെൻഡർ നീഡ്സ്, വി ഓൾവേസ് ടോക്ക് അബൌട്ട് പ്രാക്ടിക്കൽ ജെൻഡർ നീഡ്സ് ആസ് വെൽ ആസ് സ്ട്രാറ്റജിക് ജെൻഡർ നീഡ്സ്. പ്രാക്ടിക്കൽ ജെൻഡർ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമുക്ക് പുറമേയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇപ്പൊ കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, എവറിത്തിങ് ഷുഡ് ബി കൺസിഡർഡ് ടു ബി ആസ് ദ sole responsibility of the women, or it is considered to be as a duty of a women. Automatically, if we have not a proper water connection, we have to walk kilometers to fetch water. When we can see all these videos through that of the news channels and so and so, ഒരുപാട് കിലോമീറ്ററുകളൊക്കെ നടന്ന് വെള്ളം കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് അവരുടെ ഡ്യൂട്ടിയാണെന്ന് വെക്കുകയും അവർക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുന്ന സമയത്ത്, ഇഫ് ദ ഗവൺമെന്റ് പുട്ട് എ വാട്ടർ കണക്ഷൻ, അപ്പൊ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു പ്രാക്ടിക്കലായിട്ട് വരുന്ന ജെൻഡർ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ അവരുടെ ടൈം യൂസ് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്ട്രെയിൻ കുറയ്ക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ ഇതെല്ലാം വരുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും സ്ത്രീ ഇതൊക്കെ ചെയ്യണം, പുരുഷന്മാർ ഇതൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ്. Okay, ipo nammal when anybody talk about women's issue or anybody talked about gender issue, always it should be misinterpreted as a feminist. Okay, oru feminist aanu, endana feminism ennu polum nammal ശ്രദ്ധിക്കാതെ ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിൽ പലപ്പോഴും ക്രിറ്റിസിസം അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള സംസാരം നമ്മൾ കേൾക്കാറുണ്ട്. Okay, feminism has nothing to do with ഒരു harm to that of the male community or harm to that of transgender community. അതിന്റെ ഒരിക്കലും അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. That means that women എന്തൊക്കെ ഇഷ്യൂസും സ്ലേവറി അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു, അതിൽ നിന്നുള്ള ഒരു മോചനം എന്നുള്ള രീതിയിലാണ് ഫെമിനിസത്തിന്റെ റിയൽ ഇന്റർപ്രിട്ടേഷൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട് ഇവാലുവേറ്റഡ് ഓർ അണ്ടർസ്റ്റുഡ് ഇൻ ദ സെയിം മാനർ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജെൻഡർ സെൻസിറ്റിവിറ്റി, ദ നീഡ് ഫോർ എ ജെൻഡർ ലെൻസ്, ദാറ്റ് ഇസ് അവർ ഫസ്റ്റ് സെഷൻ. ആൻഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ സെഷൻ ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ജെൻഡർ സെൻസിറ്റിവിറ്റി വേണം, അത്യാവശ്യമാണ്. ജെൻഡർ സെൻസിറ്റൈസേഷൻ, ജെൻഡർ റോൾസ് നമ്മൾ മനസ്സിലാക്കണം, എന്നാലാണ് നമുക്ക് എവിടെയാണ് ചേഞ്ച് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ജെൻഡർ നീഡ്സ്. ഓക്കെ, ആൻഡ് when we talk about gender, we always talk about ABC of gender. ABC of gender പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ഇതിൽ ഒന്ന് രണ്ട് തരത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. പല രീതിയിൽ നമുക്ക് ABC of gender എക്സ്പ്ലെയിൻ ചെയ്യാം. Okay, A means gender എന്ന് പറയുന്ന സമയത്ത് what is always its confusion arises, what is gender? That I will explain in by sexual as well as gender minorities in the session കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാൽ ഇവിടെ ഒരു കാര്യം പറയാം, ജെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സെക്സും ജെൻഡറും എപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്. Sex is the biological difference between the members of the same species. സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഒരു എന്താ പറയുന്നത് ബയോളജിക്കൽ ഡിഫറൻസിനെ മാത്രമാണ് എപ്പോഴും നമ്മൾ സെക്സ് എന്ന് പറയാ. അപ്പൊ മെയിൽ ഫീമെയിൽ മാത്രമാണോ ഒരു സെക്സ് കാറ്റഗറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഓൺലി കാറ്റഗറൈസ് മെയിൽ ആൻഡ് ഫീമെയിൽ, ബട്ട് ഇറ്റ് ഇസ് മച്ച് മോർ ദാൻ ദാറ്റ്. അവിടെ നമ്മൾ ഇന്റർ സെക്സ് എന്നുള്ള കാറ്റഗറീനെ നമ്മൾ അറിയാഞ്ഞോ അറിയാതെയോ ഒഴിവാക്കി പോവാണ്. അപ്പോൾ ദർ ഇസ് എ ക്വസ്റ്റ്യൻ അറൈസസ്, ഹു ആർ ദ ഇന്റർസെക്സ് പേഴ്സൺ? ഓക്കെ, അപ്പോൾ ഇന്റർസെക്സ് പേഴ്സൺസ് ആരാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കും. ഇപ്പൊ ഇന്റർസെക്സ് പേഴ്സൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെയോ പുരുഷന്റെയോ അതായത് എന്താ പറയുന്നത് ലൈംഗികാവയവത്തോടു കൂടി ജനിക്കുന്ന ആൾക്കാരെ നമ്മൾ അത് ആന്തരികമായിട്ടാണെങ്കിലും ബാഹ്യമായിട്ടാണെന്നുണ്ടെങ്കിലും they are always called as intersex person. The next question is the confusion arises, അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മുടെ ഇടയിലേക്ക് വരും. ഡെഫിനറ്റ്ലി. Okay, because of my association with കിലയിലുമായിട്ടുള്ള ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മൾ അവിടെ ഡീൽ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ആയിട്ട് കോളേജിൽ ഡീൽ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് പൊതുജനമായിട്ടാണ് കൂടുതൽ. അപ്പോ ആൾക്കാരുമായിട്ടുള്ള ഡിസ്കഷൻ അതല്ലെങ്കിൽ എന്താ പറയുക TG കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇന്റർസെക്സ് പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് ദേ പോയിന്റഡ് ഔട്ട് ദാറ്റ് പലപ്പോഴും അവർ പറയുന്നതാണ്, ടീച്ചറെ നമുക്ക് ഒരു സ്ത്രീയായോ പുരുഷനായോ ജനിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം, നമുക്ക് ഭയങ്കര വെൽത്തോ അല്ല ചില ഭയങ്കരമായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഇതിനെക്കാട്ടൊക്കെ ദ ബേസിക് തിങ് ഇസ് ദാറ്റ് ടു ബോൺ ആസ് എ മെയിൽ ആൻഡ് ഫീമെയിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ is that whether it is a boy or a girl. നമ്മൾ അങ്ങനെയാണ് ചോദിക്കുക, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. ഓട്ടോമാറ്റിക്കലി the question arises either it is a boy or a girl. But
സംടൈംസ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ചില സമയത്ത് അങ്ങനെ ആയിരിക്കില്ല സിറ്റുവേഷൻ. ചില സമയത്ത് ജനിക്കുന്നത് ആണും പെണ്ണും അല്ലാത്തൊരു രൂപത്തിലായിരിക്കും. ഓക്കെ, അതായത് രണ്ടുപേരുടെയും ഒരു ജനറ്റിക്കൽസ് ഇത് കൂടിയതായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സാധാരണഗതിയിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണോ പ്രോമിനന്റ് ആയിട്ടുള്ളത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മറ്റേതിനെ നശിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് സാധാരണഗതിയിൽ. പക്ഷേ in 1819 I think that order has been issued, a law has been passed in Tamil Nadu that നമ്മൾ ഏത് സെക്സിലാണോ ജനിക്കുന്നത് ആ സെക്സ് തന്നെ നമ്മുടെ അനുവാദം ഇല്ലാതെ ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ABC ഓഫ് ജെൻഡർ പറയുന്ന സമയത്ത് നമ്മൾ അസൈൻ ചെയ്യുന്ന ഒരു ജെൻഡർ ഉണ്ട്. ദാറ്റ് മീൻസ് വെൻ വി ആർ ബോൺ ഓട്ടോമാറ്റിക്കലി ഐ എം എ ഗേൾ, യു ആർ എ ബോയ് എന്നുള്ള രീതിയിൽ ഒരു അസൈൻ ചെയ്യുന്ന ജെൻഡർ ഉണ്ട്. അതിനെ എപ്പോഴും ബൈനറി ആയിട്ടാണ്, മെയിൽ ഓർ ഫീമെയിൽ, അതിന്റെ അപ്പുറത്തേക്കില്ല. പക്ഷെ ദർ ഇസ് ഞാൻ ആരാണ് എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് ദാറ്റ് നമ്മൾ എന്താ പറയുന്നത്, തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞൊരു ഫിലിം കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് കുതിരവട്ടം പപ്പു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം എനിക്ക് സിനിമ കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗാണ്, എന്താ പറയുന്നത്, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക ഞാൻ ആരാണെന്ന്, അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാണെന്ന്. ഓക്കെ, അത് കണ്ടപ്പോ നമ്മളെല്ലാവരും സിനിമയിൽ വല്ലാണ്ട് ചിരിച്ചു. ഓക്കെ, but I think that is the most beautiful definition of gender. അത് ജെൻഡറിന്റെ ഏറ്റവും എന്താ പറയുന്നത് ഒരു പെർഫെക്റ്റ് ഡെഫിനേഷൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഞാൻ ആരാണ് എന്ന് പറയാൻ ഈ ലോകത്ത് പറ്റുന്ന ഒരേ ഒരാൾ, ഇറ്റ്സ് മീ ആൻഡ് മീ അലോൺ, nobody else. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഇതിലിപ്പോ നമ്മുടെ ഒരു 50+, 60+ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, കമ്മ്യൂണിറ്റി, എവ്രിബഡി, ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു ജസ്റ്റ് തിങ്ക് നമ്മളെ കുറിച്ച് നമുക്കല്ലാതെ മൂന്നാമതൊരാൾക്ക് അല്ലെങ്കിൽ രണ്ടാമതൊരാൾക്ക് എത്രത്തോളം അറിയാൻ പറ്റും. നമ്മുടെ ചിന്തകൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ, നമ്മുടെ അട്രാക്ഷൻസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, the only person who can express or understand the reality in you is you itself. ഓക്കെ, അപ്പൊ ആ ഒരു കോൺഷ്യൻസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിൽ ഇപ്പോ ഇതിനകത്തൊരു ചിലപ്പോൾ 25 ഫീമെയിൽസ് അല്ലെങ്കിൽ 25 മെയിൽസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഇരിക്കുന്നവരിൽ ഒരാളിൽ പോലും മാസ്കുലിനിറ്റിയും ഫെമിനിറ്റിയും ഒരു ഫെമിനൈൻ ക്യാരക്ടർ ഒരേപോലെ ആയിരിക്കില്ല. സാന്ദ്ര റൂത്ത് ലിപ്സ് ബെൻസൺ എന്ന് പറഞ്ഞ ഫേമസ് സൈക്കോളജിസ്റ്റ് പറയുന്ന ലെഫ്റ്റ് 2014 ഐ തിങ്ക് അവര് പറയുന്ന ഒരു കോട്ട് ഉണ്ട്. അവർ പറയുന്നതാണ്, the masculinity as well as feminine characters in each and every individual in this world is entirely different, and nobody has considered to be as complete masculine or complete feminine. അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ക്യാരക്ടർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾക്കുള്ള ക്യാരക്ടറിൽ ചില സമയത്തൊക്കെ നമുക്കൊരു മാസ്കുലിനിറ്റി വരും, അതായത് ചില സമയത്ത് ഒരു ഫെമിനൈൻ ക്യാരക്ടർ വരും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. Okay, Apo, that means ABC of gender. When we talk about ABC of gender, that is, A should be considered as assigned and B is binary. But more than that, a consciousness that who am I, that is the most important thing. Apo, namala ee TG community ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ അടുത്ത സ്ലൈഡിൽ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. TG ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പറയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇന്റർസെക്സ് ആയിട്ട് ജനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഫോർ എക്സാമ്പിൾ, ഇഫ് യു saw me through this Google Meet, you think that I am a female. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പുറമേ ഉള്ള ഡ്രസ്സിംഗ് സ്റ്റൈലിൽ അത് തോന്നാം. ഓക്കെ, അതുപോലെ നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ. പക്ഷേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇന്റർസെക്സ് ആയിട്ടാണ് ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലെല്ലാം തന്നെ ചില സമയത്ത് ഫെമിനൈൻ ക്യാരക്ടർ ആവണമെന്നില്ല. ഓക്കെ, കൂടുതൽ എൻ്റെ ഹോർമോൺസ്, എൻ്റെ എവറിത്തിങ് ഒരു മാസ്കുലിൻ ഫീച്ചേഴ്സ് ആയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എനിക്ക് എപ്പോഴും പുരുഷനായിട്ട് പുറത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ട്രാൻസ് മെൻ കമ്മ്യൂണിറ്റി. അപ്പൊ ട്രാൻസ് മെൻ, അതായത് ഞാൻ കാണുമ്പോൾ ഒരു സ്ത്രീയെ പോലെ ഇരിക്കുന്നു, പക്ഷെ എന്റെ എല്ലാ ഹോർമോൺസ്, എവറിത്തിങ്, ആറ്റിറ്റ്യൂഡ്, ചിന്താഗതികളിലെല്ലാം എന്റെ എന്താ പറയുക, ഒരു പുരുഷനാണെങ്കിൽ ഞാൻ പുരുഷനാവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ട്രാൻസ്മെൻ. ഇനി നോക്കുക, എന്നെ കാണുമ്പോൾ ഒരു പുരുഷനായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ എല്ലാം തന്നെ ഒരു സ്ത്രീയുടെയാണ് ഫീലിങ്സ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഐ വോണ്ട് ടു ബിക്കം എ വിമൻ, ട്രാൻസ് വിമൻ. അപ്പൊ നമ്മുടെ ചുറ്റും കാണുന്നതിൽ കൂടുതൽ ട്രാൻസ് മെൻ ആണോ ട്രാൻസ് വിമൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉത്തരം പറയും ട്രാൻസ് വിമൻ ആണെന്ന്. പക്ഷെ ട്രാൻസ് മെൻ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടാ മനസ്സിലാവാത്തത് കൊണ്ടാണ് ട്രാൻസ് മെന്നിന്.
I have so many friends in the trans men category as well as trans women category. Okay. അപ്പോൾ ട്രാൻസ് മെന്നിനെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടാലേ മനസ്സിലാവില്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ ട്രാൻസ്ജെൻഡർ സെല്ലില് ദേവ് എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്മെൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹീസ് മൈ ഫ്രണ്ട്. ദേവിനെ ഒന്നും നമുക്ക് കണ്ടാൽ തന്നെ എന്ന് വെച്ചാൽ താടിയൊക്കെ വെച്ച് മീശയൊക്കെ വെച്ച് ഒരാൾക്ക് മനസ്സിലാവില്ല, നമുക്ക് സാധാരണ. പക്ഷെ കുറച്ചും കൂടെ ട്രാൻസ് വിമെന്ന് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ദേ വോണ്ട് ടു എക്സ്പ്രസ് ദംസെൽസ് ആസ് എ വിമൻ. അപ്പോ നമുക്ക് ഒരു ഇന്റർസെക്സ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ട്രാൻസ്മെനോ ട്രാൻസ് വിമനോ ആകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ. അപ്പോ നമ്മൾ ചോദിക്കും, അപ്പോൾ ട്രാൻസ്ജെൻഡർ നമ്മൾ ജെൻഡറിനെ നമ്മൾ ഈ മൂന്നായി നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെയിൽ ഫീമെയിൽ ആസ് വെൽ ആസ് ഇന്റർസെക്സ് പേഴ്സൺസ് എന്ന് പറയുന്ന പോലെ ജെൻഡർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ലിംഗതന്മ, അതാണ് അതിന്റെ മലയാളം നമ്മൾ സാധാരണ പറയാ, ലിംഗതന്മ എന്നാണ്. അതായത് എന്റെ ഉള്ളിൽ ഞാൻ ആര് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി, that is in fact known as gender. അപ്പോൾ ജെൻഡറിനെ നമുക്ക് ഒരിക്കലും ഒരു സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു stringent division we can't say like that. It's considered to be as a gender is considered to be as a fluid. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും അതുപോലെ തന്നെ പലതിലും നോക്കിയാൽ ബുക്സ് ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും more than 70+ genders are there എന്നൊക്കെ പറയുന്നത്. അതായത് ഈ മാസ്കുലിൻ ക്യാരക്ടർ ആൻഡ് ഫെമിനൈൻ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് ജെൻഡേഴ്സിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. In my later discussion I will explain all those things. അപ്പോൾ ജെൻഡർ, അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ sorry, gender mainstreaming. Gender mainstreaming means it's in fact a public policy concept. Okay. ഒരു അതായത് നമ്മൾ ചെയ്യുന്ന ഒരു അതായത് ജെൻഡറിന് ഈ നമ്മുടെ പബ്ലിക് പോളിസി എന്ത് എടുക്കുക, ലെജിസ്ലേഷൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ എടുക്കുന്ന സമയത്ത് ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡറിന് അതിലൊക്കെ പരമപ്രധാനമായിട്ടുള്ള ഒരു റോൾ ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ കൊണ്ടുവരുന്നതാണ് വി കോൾഡ് ആസ് ജെൻഡർ മെയിൻ സ്ട്രീമിംഗ്. ജെൻഡർ മെയിൻ സ്ട്രീമിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഇൻ എവറി ഇക്കോണമി. അപ്പോൾ ഞാൻ ഈ ജെൻഡർ ലെൻസ് എന്ന് വെച്ചാൽ നമ്മളെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം, അതിന്റെ നീഡ് ആൻഡ് നെസസിറ്റി ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് മെന്റ് ബൈ ജെൻഡർ ഇറ്റ്സെൽഫ്. ഓക്കെ. ആൻഡ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് മെന്റ് ബൈ as well as the difference between sex and gender. And this is a quote I earlier explained, that is my entire presentation is to be focused upon this particular angle, that is gender equality is not considered to be as a women's issue, it's considered to be as a humanitarian or human issue. And this is not a quote which is put forward by me, it's a quote which was put forward by the famous British actress Emma Watson. Everybody knows about Emma Watson. Okay. Emma Watson in 2014 she was the brand ambassador for He for She campaign in the United Nations. Okay. And at that moment she made a talk in that of UN which become viral inside of the social media. And this is the speech starts like this: gender equality, often gender equality is to be confused with that of women's issue, and it's not women's issue, it's in fact treated as a human issue. Okay, if it is to be treated as a human issue, automatically the entire society get uplifted. If we develop programs associated with women, if we develop programs associated with transgender community, if we develop programs associated with that of intersex person, whoever or whatever it may be, and all these things will in fact promote the, human or means human welfare. Okay, and this concept, the gender lens or the gender, is in fact very important. That this also I explained. Sustainable development goals, അല്ലെങ്കിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. Okay, the sustainable development goals is in fact it was in fact a continuation of that of the Millennium Development Goals of 2000, United Nations Millennium Development Goals of 2000. The sustainable development goals is in fact put forward by that of UN in that of 2015, and it was started in that of January 2016. And Nidhi Aayog has put forward 2 reports. In 2018, a baseline report has been put forward on the basis of how far India as well as different states in India achieve these goals of 17 goals are there in the Sustainable Development Goals. And these goals, in fact, the UN put forward the 17 goals. Okay, and how each and every country, each and every state should achieve these goals by 2030. So it is called as 2030 agenda. 2030 ആവുമ്പോഴേക്കും ഈ 17 ഗോൾസ് നമുക്ക് എത്രമാത്രം അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് this goals has been set.
Okay, and I have not listed all the 17 goals. I had listed only the 5 goals. Okay, just like our 5 fingers. Okay, just like our 5 fingers, these 5 goals are very, very important. That means that if a country is suffering from poverty, okay, if a country is suffering from hunger, we can't call that country or a state as a developed or a developing one. That means first and foremost importance should be given to that of the removal of poverty, removal of hunger. Okay, and if a country or a society has to be saved from hunger or poverty has been removed, but if the state or a country does not have good health, we can't call it as a developed one. And if it does not have quality education, we can't call it as a developed one. Okay, and along with removal of poverty, along with removal of hunger, along with providing quality education, along with providing what do you mean by good health, if gender equality, that is a 5th finger, if it is absent, nothing will work. That means നമുക്ക് പോവർട്ടി റിമൂവ് ചെയ്യാം, ഹങ്കർ റിമൂവ് ചെയ്യാം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യാം, ഹെൽത്ത് അച്ചീവ്. ഇതിന്റെ ഉള്ളിലൊക്കെ ഓരോ കാറ്റഗറി വൈസ് അവരെയൊക്കെ മിസ് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റിയൽ equality or the real development can't be, or a real sustainable development can't be achieved. Okay, that's why I listed all these things, and I pointed out that in 2018, Niti Aayog has put forward the baseline report, and in 2020, the STD India Index 2.0 has been released by Niti Aayog. And as per the report, we are so happy because we are being Keralites. We are so happy because it is a scaling between 0 to that of 100. Okay, and if the score is in between, I mean 65, 0 to 49, I listed here that state or that country is known as an aspirant country. And if the score is between 50 to 65, performer, 65 to 90, front runner, achiever, it is called as a achiever state if it scores 100. And Kerala, have a look at this. Kerala, the score of 70, Himachal 69, Andhra, Tamil Nadu, Telangana 67. All these states coming to that of the forefront. We are so happy. But I will wish to share with you, in Kerala itself, we face some paradoxical situation. Even though Kerala stood forefront in many aspects, we face some paradoxical. I will explain all those things. Okay, coming to that paradoxical situations, I explain all these things because to discuss with you the significance of gender lens. Okay, the need and necessity for having views of gender. Okay, for example, when as per 2011 census, our sex ratio is to be considered as 1084 per 1000 males. That is 1084 സ്ത്രീകളാണ് 1000 പുരുഷന്മാർക്ക് എന്നുള്ള രീതിയിലാണ്. We are so happy being a Kerala. ഭയങ്കര സന്തോഷമായി. Kerala is to be hailed as a land of women. We are so happy. Okay, but some paradoxical situation we can witness. Have a look at the slide. നമ്മുടെ സെക്സ് റേഷ്യോ നോക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് വി ആർ സ്ത്രീകളാണ് കൂടുതൽ. ഗുഡ്. പക്ഷേ when we look into that of the child sex ratio, the figures is in fact shocking. ഈ ചൈൽഡ് സെക്സ് റേഷ്യോ നോക്കുന്ന, ഈ ലേറ്റസ്റ്റ് ആണ് ചൈൽഡ് സെക്സ് റേഷ്യോ നോക്കുന്ന സമയം ഞാൻ കേരള തമിഴ്നാട് ഇട്ടിട്ടുണ്ട്. കേരളത്തിലും 948 ആണ്. 1000 പുരുഷന്മാർക്ക് 948 സ്ത്രീകൾ. ദാറ്റ് മീൻസ് ഇനി വരുന്ന ജനറേഷനിൽ നമ്മളുടെ കേരളത്തിൽ ഒരിക്കലും സെക്സ് റേഷ്യോ ഫേവർ ആവില്ല എന്നതിന്റെ ഒരു സിമ്പിൾ ആണിത്. Then the question arises, why? That is a very important question. Being the postgraduate as degree students, you are the coming generation, so you should crucially think what is the reason for that. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. When the facts and figures is to be put forward or by whatever or whoever be that of the agencies, നമ്മൾ facts and figures കാണുമ്പോൾ നമ്മൾ ആ അക്കങ്ങളിലൂടെ മാത്രമേ പോകുന്നുള്ളൂ. പക്ഷേ we are not going into that of the depth of that. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പണ്ട് 2001 നമ്മുടെ എന്താ പറയുന്നത് സെൻസസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് അന്ന് ആശിഷ് ബോഷ്, ദ ഫേമസ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആശിഷ് ബോഷിന്റെ ഒരു പുസ്തകമുണ്ട്. അപ്പൊ അദ്ദേഹം മെത്തഡോളജീസ് റിലേറ്റിംഗ് ടു ദാറ്റ് ഓഫ് സെൻസസ് 2001, അതിൽ അദ്ദേഹം കോയിൻ ചെയ്ത ഒരു വാക്കാണ് DEMARU.
ഡി മാരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോട്ടർ എലിമിനേഷൻ, ഡി ഫോർ ഡോട്ടർ, ഇ ഫോർ എലിമിനേഷൻ, മാരു മീൻസ് കില്ലിംഗ്. ചില സ്റ്റേറ്റുകള്, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നുള്ള കുറച്ച് സ്റ്റേറ്റുകള് അവിടെയൊക്കെ എബോഷൻസ്, ഇല്ലീഗൽ എബോഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അത് ഫീറ്റലൈറ്റ് എബോഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടിക്ക് ജനിക്കുമ്പോൾ മരിച്ചു, ഇങ്ങനെ പല സ്റ്റിൽ ബർത്ത് എന്നുള്ള രീതിയിലൊക്കെ സംഭവിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡോട്ടർ എലിമിനേഷൻ വൈ ഇറ്റ് ഷുഡ് ടേക്ക് പ്ലേസ് എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു 2001. ഓക്കെ, നമുക്കറിയാം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 62 ഇപ്പോഴും നമുക്ക് ഇപ്പൊ റിവൈസ് ചെയ്തു, 2020 റിവൈസ് ചെയ്ത് പ്രഗ്നൻസി, അതായത് എബോഷൻ നടത്താനുള്ള പ്രഗ്നൻസി പീരീഡ്, എന്താ പറയുന്നത്, ഫീറ്റസിന്റെ വീക്കിന്റെ ആ ഒരു ഗ്രോത്തിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ദർ ഇസ് ചാൻസസ് ഫോർ എബോഷൻ. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ, നമ്മുടെ എല്ലാ ഹോസ്പിറ്റൽസിന്റെയും ഫ്രണ്ടില് എന്താ പറയുന്നത്, ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം എന്താ പറയുക നിയമപരമായിട്ട് ബാൻ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് അറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ സ്റ്റേറ്റിൽ മാത്രം പല സ്റ്റേറ്റിലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ ലീഗൽ എബോഷൻസിന്റെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്കതിന്റെ ഡോക്യുമെന്റ്സോ റിലേറ്റഡ് ഡാറ്റയൊന്നും നമുക്ക് കാണാനില്ല. ഓക്കെ, ഞാൻ കുറെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 2011-12 നാഷണൽ ഹെൽത്ത് റെക്കോർഡ്സ് ഡാറ്റയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ സ്റ്റേറ്റ് വൈസും ഡിസ്ട്രിക്ട് വൈസും ഡാറ്റ ഉണ്ടായിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്നത് 1937 ലീഗൽ എബോഷൻസ് which take place in 2011-12 in Thrissur alone. Okay, നോക്കാം, ലീഗൽ ആയിട്ടാണ്. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ എന്താണ് സംഭവിക്കുന്നത്. Therefore we should have a vision. Being the academic community, you are the future generation. Okay, you the people had to be conscious of third eye. ഒരു നമ്മൾ സിക്സ് സെൻസ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു തേർഡ് ഐ വളരെ അത്യാവശ്യമാണ്. എന്താണ് സംഭവിക്കുന്നത്? റേറ്റ് ഓഫ് ക്രൈംസ് നോക്കുക. നമ്മുടെ കേരളത്തിൽ we are always considered as a land of women. When compared to that of Tamil Nadu, the rate of crimes is 60.20. Okay, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെയും പ്രീമിയുടെ ഒക്കെ കോമൺ ഫ്രണ്ട് ആണ് ഷെറിൻ. അപ്പൊ ഷെറിന്റെ അടുത്ത് ഷീസ് ലിവിങ് ഇൻ തമിഴ്നാടു. അപ്പൊ അവര് ചെന്നൈയിലാണ്. അപ്പൊ അവര് പറയുന്ന ഒരു ഇതാണ്, കാരണം അവർ ഏത് രാത്രി, എത്ര രാത്രിയാണെന്നുണ്ടെങ്കിലും, ഏത് പബ്ലിക് പ്ലേസിലാണെന്നുണ്ടെങ്കിലും, ഏത് പൂരത്തിനോ പെരുന്നാളിനോ എന്തോ ആയിക്കോട്ടെ, അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ബഡി വിൽ ഹാവ് ദ ഡെയർ ടു ടച്ച് എനിബഡി. ഒരു പെൺകുട്ടിനെ തൊടാനുള്ള ധൈര്യം അവർക്ക് ആർക്കുമില്ല. പക്ഷെ ആ സിറ്റുവേഷൻ ആണോ ഇവിടെ? നമുക്കൊരു ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the change in the attitude of the public, whether male or female, ഏത് ജെൻഡർ ആയിക്കോട്ടെ, the change in the attitude of the public when a woman alone came late night. ഇപ്പൊ ഇത്രയധികം ജെൻഡർ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഞാൻ തന്നെ പലപ്പോഴും പല ടോക്ക് അങ്ങനെയൊക്കെ പോയി റെയിൽവേ സ്റ്റേഷനിലൊക്കെ when I came by late night and even രാത്രി തന്നെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പോലും നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്രൈംസിന്റെ റേറ്റ് നോക്കാം, ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ഇതാണ്. അപ്പൊ നമുക്ക് ശരിക്കും ചിന്തിക്കേണ്ടതാണ്. ഇനി അത് മാത്രമല്ല, ക്രൈംസ് മാത്രമല്ല, ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കുന്ന സമയത്തും നമ്മുടെ ഇവിടെ, അത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയും, എഡ്യൂക്കേഷൻ എത്രമാത്രം ഉണ്ട്, പക്ഷെ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് നമ്മുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ഒരു എന്താ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസ്, അത് കുറച്ചും കൂടെ ഞാൻ അപ്പുറത്തെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാല് നമ്മൾ ശരിക്കും ഒരു ലെൻസ് അത്യാവശ്യമാണ്. നമ്മൾ ഇപ്പോഴുള്ള കാഴ്ചപ്പാട് ഒന്ന് മാറ്റി ചിന്തിക്കണം. നമ്മുടെ സിറ്റുവേഷനെ കാണുമ്പോൾ എവറിത്തിങ് ഈസ് എ റോസി എന്നുള്ള പിക്ചർ, ഒരു റോസി പിക്ചർ അല്ലാണ്ട് ദർ ആർ സംതിങ് സംവെയർ ഈസ് റോങ്. അത് ഒരു ക്രൂഷ്യൽ ആയിട്ടും നമ്മളൊരു കാര്യം കാണുന്ന സമയത്ത് ഓൾവേസ് നമ്മൾ അതിനെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്താതെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, ഓക്കെ, വോട്ട് എവർ ഓർ ഹൂഎവർ നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ഡാറ്റ സെറ്റ് കണ്ടു, എന്തുകൊണ്ടാണ് ഈ ഡാറ്റ സെറ്റ് ഇങ്ങനെ വന്നത്? ഇഫ് യു സ്റ്റഡി എനി തിയറി ഇൻ ഇക്കണോമിക്സ്, നമ്മൾ ഏത് തിയറി പഠിക്കുന്ന സമയത്തും, എക്കണോമിക്സ് നമ്മൾ ഒരുപാട് തിയറീസ് പഠിക്കുന്നുണ്ട്, മൈക്രോ ഇക്കണോമിക്സ്, മാക്രോ ഇക്കണോമിക്സ്, ഏത് തിയറി ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പറയില്ല, ഇപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ടറി പ്രസിഡൻഷ്യൽ അഡ്രസ്സിനകത്ത് സുരേഷ് സാറ് പറഞ്ഞിരുന്നു ഒരു നോബൽ പ്രൈസിന്റെ കാര്യം, അങ്ങനെയൊക്കെ. എന്തുകൊണ്ട് ഇവരൊക്കെ പ്രോമിനന്റ് ആയിട്ട് വന്നു എന്നുള്ളത് there is a big question mark. ഓക്കെ, നമ്മളത് എന്ത് കാര്യത്തിനെയും നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഇഫ് യു സ്റ്റഡി മാസ്റ്റർ യൂട്ടിലിറ്റി തിയറി ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി സ്റ്റഡീഡ് റിവീൽഡ് പ്രിഫറൻസ്, ഓക്കെ, നമ്മൾ ഓരോന്ന് മാസ്റ്റർ യൂട്ടിലിറ്റി നമ്മൾ പഠിച്ചു, ഇൻഡിഫറൻസ് കർവ് പഠിച്ചു, റിവീൽ പ്രിഫറൻസ്, അങ്ങനെ സിസ്റ്റമാറ്റിക് സീക്വൻഷ്യൽ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വന്നു. ഇങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ എന്തുകൊണ്ട് നമ്മൾ ഒരു തിയറിയുടെ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് അടുത്ത തിയറി വന്നു? ദാറ്റ് മീൻസ് ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആണ്. Okay, the same thing can be applicable in that of the real world situation also.
അപ്പൊ നമ്മള് കേരള is considered to be as a land of women. Very good. We are so happy being a Kerala. That's very good. പക്ഷേ being an economic faculty or being a student or a researcher in that of economics, we should be aware of what is happening in that of the then a question. അപ്പൊ നമുക്ക് ഇങ്ങനെ ജെൻഡർ ഇൻഇക്വാലിറ്റി ഒക്കെ നമ്മൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായി നേരത്തെ പറഞ്ഞപ്പോ. അപ്പൊ ഇത് അമർത്യ സെന്നിന്റെ ഒരു കോട്ടാണ്. ഒരു മൾട്ടി ഫേസഡ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഹിയർ ഐ പുട്ട് എ പിക്ചർ ഓഫ് two roads traveling through that of the woods, two diverse roads into that of the woods. Okay, this shows that there is no a single road to solve the problem of gender inequality. Gender inequality solve ചെയ്യാൻ നമുക്ക് ഒറ്റ സിംഗിൾ ഒരു റോഡ് ഇല്ല. We have to take different roads. പല രീതിയിലുള്ള സ്റ്റെപ്സ് എടുത്താൽ മാത്രമാണ് it's possible for us to solve the problem of gender inequality. Okay. Then നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ ഇവിടെ ആൾക്കാർ എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ആൾക്കാർ മിസ്സിങ് ഔട്ട് ആണ്. അവര് എവിടെ പോകണമെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, നമ്മളുടെ കുട്ടികൾ PTA മീറ്റിങ്ങിന് വരുമ്പോ നിങ്ങളുടെ അമ്മയെ കൊണ്ടുവരിക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ടീച്ചേഴ്സ് ചോദിക്കുക എന്താ ചെയ്യുന്നേ, അപ്പൊ അച്ഛൻ ഇന്ന് ജോലിയാണ്, അമ്മ എന്താ അമ്മ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയും. ഓക്കെ, ശരിയല്ലേ? ഒന്ന് ചിന്തിക്കേണ്ടതാണ്. പാവം അമ്മ രാവിലെ 4 മണിക്ക് എനിക്കുണ്ടാവും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ടാവും, കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, എവറിത്തിങ് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് ഭക്ഷണം തന്നയക്കുന്നുണ്ടാവും. ഓക്കെ, ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞു, വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ചായ തരുന്നുണ്ടാവും, നൈറ്റ് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും. ഓക്കെ, ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ രാത്രി 12 മണി ആവുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ള അമ്മയാണ് പറയുന്നത് ഷീ ഈസ് നോട്ട് ഡൂയിങ് എനി ജോബ്. Even in our census reports, there is a question. Census എടുക്കാൻ വരുമ്പോൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യനേ ഉണ്ടാവാറുള്ളൂ സാധാരണ ബാക്കിലായിട്ട്. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഓക്കെ, യെസ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയും. പക്ഷെ ഒന്ന് ചിന്തിക്കണം, ദാറ്റ് മീൻസ് ദാറ്റ് ദ ഡൊമസ്റ്റിക് വർക്ക് ദാറ്റ് വാസ് ടു പെർഫോം ബൈ മീ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ ഡൊമസ്റ്റിക് വർക്ക് പെർഫോം ബൈ മൈ നെയ്ബർ ഓർ യു ഇറ്റ് സെൽഫ്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതിന്റെ എത്ര മണിക്കൂർ നമ്മൾ ഓരോന്ന് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ I mean into the 90s, I think in 1992, one of the study which was to be made by Mridu Leepan and Dr. T.M. Thomas Isaac associated with the Kerala State Planning Board. It's something which is relating to Kerala State, labor force participation of women. അതിനകത്ത് ഡോക്ടർ T.M. തോമസ് ഐസക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡിസ്കറേജ്ഡ് വർക്കർ ഇഫക്റ്റ്. ഡിസ്കറേജ് വർക്കർ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മുടെ കുട്ടികൾ ജോലി പഠിക്കുന്നു, ഓക്കെ, നല്ല ഹൈ ക്വാളിഫൈഡ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു, കല്യാണം കഴിക്കും. അതാണ് നമ്മളെപ്പോഴും കാണുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്ന ഡൗറി ഡെത്തും കാര്യങ്ങളൊക്കെ കല്യാണം, അതായത് മാരേജ് ഇസ് കൺസിഡർഡ് ടു ബി ആസ് എ പ്രൈമറി ഇമ്പോർട്ടൻസ്. പല വീടുകളിലും നമ്മുടെ സോഷ്യൽ കസ്റ്റം കൊണ്ട് എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കുട്ടികളെ ഒരു ഇത്ര വയസ്സാകുമ്പോഴേക്കും അയ്യോ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്ന ഒരു സിറ്റുവേഷൻ. കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടെ എന്നാണ് അവർ പറയുക. ഓക്കെ, എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞു, കൺസീവ് ചെയ്തു, പ്രഗ്നന്റ് ആയി, കുറച്ച് വർഷം കുട്ടികളെ വളർത്തി, ഒരു 5-6 വർഷം 6-7 വർഷം അങ്ങോട്ട് പോയി. After that, when she came back to that of the this labor front, what will happen? She felt that her skills are outdated. She find that തന്നെക്കാട്ടും വേറെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അഡീഷണൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ലേബർ മാർക്കറ്റിനകത്ത് ഡോമിനേറ്റ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ഷി സെർച്ച് ഫോർ asymmetric informationലൊക്കെ പിജിക്കാർ പഠിക്കുന്നത് പോലെ search cost considerably increases. When her search cost increases, automatically she felt discouraged. ഞാൻ ഇപ്പൊ എത്ര ജോലി അന്വേഷിച്ച് കിട്ടാണ്ടാവുമ്പോൾ ഞാൻ ആ ലേബർ ഫോഴ്സ് അല്ലെങ്കിൽ ആ ജോലി അന്വേഷണത്തിൽ പിൻവാങ്ങി വീടുകളിലേക്ക് ഒതുങ്ങി ഒരു ഹോം മേക്കർ ആയിട്ട് മാറുന്നു. ഡിസ്കറേജ് വർക്കർ ഇഫക്റ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യം കൊണ്ടും നമ്മുടെ ആൾക്കാരെ അമർത്യസൻ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് മിസ്സിംഗ് വിമൻ എവിടെ പോകുന്നു, നമ്മുടെ എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ കുട്ടികൾ എവിടെ പോകുന്നു, ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. they are missed out of that of the accounting framework. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സാധാരണഗതിയിൽ GDP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ GNP കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. GNP or GDP is to be explained as the value of final value for goods and services that is to be produced in a country. ഓക്കെ, ഇതല്ലാണ്ട് കാനഡ, ന്യൂസിലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് US-ലൊക്കെ GPI, ജെനുവിൻ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ. അവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ പെർഫോം ചെയ്യുന്ന വർക്കിനെ കൂടെ ക്വാണ്ടിഫൈ ചെയ്യുന്നു. അപ്പൊ there is a question arises, how it is possible? It's possible. It's conducted in അവിടെ രണ്ടും കാൽക്കുലേറ്റ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തുകൂടാ? അപ്പൊ നമ്മൾ പറയുന്ന സിസ്റ്റം SNA, എക്സ്റ്റൻഡ് SNA, നോൺ SNA എന്നൊക്കെ പറയുന്നത്. SNA എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ്. നമ്മുടെ അക്കൗണ്ടിങ് ഫ്രെയിംവർക്കിൽ സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ് ആണ്. അതായത് എന്തൊക്കെയാണ് ഡയറക്ട്ലി നമ്മളിപ്പോ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നടക്കുന്നു.
അത് ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് ആണ്. അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കുന്നു ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്ട്ലി മനസ്സിലാക്കും. ഓക്കെ, സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സിന്റെ കീഴിൽ വരും. ഇനി എക്സ്റ്റെൻഡഡ് SNA മീൻസ് ദിസ് ഇസ് നോട്ട് ഡയറക്ട്ലി പ്രൊഡക്റ്റീവ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ എന്റെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, അല്ലാച്ച ക്ലീൻ ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് കൺസിഡർഡ് ടു ബി ആസ് നേരിട്ട് പ്രൊഡക്റ്റീവ് അല്ല. നേരെ മറിച്ച് അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെയോ ജെൻറൽ കുറെ മെത്തേഡ്സ് ഉണ്ട്, ജെൻറലിസ്റ്റ് റീപ്ലേസ്മെന്റ് മെത്തേഡ്, ഇതിലൂടെയൊക്കെ എനിക്ക് അത് വേണമെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ അടുക്കളയിൽ വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഞാൻ വർക്ക് ചെയ്യുന്നതിന് പകരം മറ്റൊരാളെ വെച്ച് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അവർക്ക് എത്ര കൂലി കൊടുക്കണം, ദാറ്റ് ഇസ് കൺസിഡർഡ് ടു ബി ആസ് മൈ വേജ് ഡ്യൂറിംഗ് ദാറ്റ് പെർട്ടിക്കുലർ പീരീഡ്, ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വയ്ക്കുമ്പോൾ. അപ്പൊ ഈ നോൺ SNA എന്ന് വെച്ചാൽ അതിന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്കിപ്പോ ഒന്ന് മഴ കണ്ട് ഒരു ചായ കുടിച്ച് വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ല, ദാറ്റ്സ് മൈ, എനിക്കുള്ള സന്തോഷം. എന്റെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, അത്രയ്ക്ക് എനിക്ക് ആ സന്തോഷത്തിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ് ഫ്രെയിംവർക്കിനകത്തേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മളൊരു ജെൻഡർ ലെൻസിലൂടെ നോക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ, ഞാനിത് പറയാൻ കാരണം, ബീങ് ഇക്കണോമിക് സ്റ്റുഡൻസ്, യു ഷുഡ് ബി കൺസിഡർ ഓൾ ദീസ് തിങ്സ് ഇൻ യുവർ ഫ്യൂച്ചർ സ്റ്റഡീസ്. ഓക്കെ, ഇഫ് യു ആർ ഗോയിങ് ഫോർ PhD, ഇഫ് യു ആർ ഗോയിങ് ഫോർ എനി ജോബ്സ്, യു ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. നമ്മുടെ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള എന്തൊക്കെയാണ്, നമ്മൾ അതിനെ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യും, ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. നമുക്ക് എന്തുകൊണ്ട് നമുക്ക് GPA ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല? ഓക്കെ, അപ്പൊ പിന്നെ അത് മാത്രമല്ല, പിന്നെ നമ്മൾ പറയും നമുക്കിപ്പോ എല്ലാവർക്കും 24 hours ടൈം. ഓക്കെ, എവ്രിബഡി ഹാവ് 24 hours. നമ്മൾ എങ്ങനെയാണ് ഈ 24 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത്? ഓക്കെ, നമ്മളിവിടെ കൂടിയിരിക്കുന്ന 60+ ആൾക്കാരുണ്ടെങ്കിൽ ഈ 60+ പേഴ്സൺ സ്പെൻഡ് ദെയർ ടൈം എൻറ്റയർലി ഡിഫറെന്റ് മാനർ. ഒരാഴ്ചയിൽ, സോറി, ഇപ്പൊ നമ്മൾ പറയാം ഒരു ദിവസത്തിൽ 24 മണിക്കൂർ, ഒരാഴ്ചയിൽ 168 മണിക്കൂറാണ്. ഈ സോറി, ഈ 168 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാനൊരു ലേറ്റ് നൈറ്റ് സ്ലീപ്പറാണ്, ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ട് കിടക്കാറ്, പക്ഷെ എനിക്ക് രാവിലെ എണീക്കാൻ മതി. അപ്പൊ നോക്കാം, എന്റെ ടൈം അലോക്കേഷൻ വ്യത്യാസമാണ്. ഞാൻ 1 മണിയാവും, ചിലപ്പോൾ 2 മണിയാവും കിടന്നുറങ്ങുമ്പോൾ, പക്ഷെ ഞാൻ രാവിലെ എനിക്കുമ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും എനിക്ക്. ചില ആൾക്കാർ നേരത്തെ ഉറങ്ങും, വെളുപ്പം കാലത്ത് എനിക്കുന്നവരുണ്ടാവും. അവരുടെ ടൈമും അതുപോലെ തന്നെ വർക്കിംഗ് ഹാബിറ്റ്സ് എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. അപ്പോൾ ഒരു ടൈം യൂസ് സർവേ വളരെ അത്യാവശ്യം. ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ 98-99 ഫസ്റ്റ് ടൈം യൂസ് സർവേ വാസ് കണ്ടക്ടഡ് ആൻഡ് ദ റിപ്പോർട്ട് വാസ് പബ്ലിഷ് ഇൻ 2000 ആൻഡ് റീസെന്റ് 2019 രണ്ടാമത്തെ ടൈം ലാർജ് സ്കെയിൽ ടൈം യൂസ് സർവേ കണ്ടക്ട് ചെയ്തു. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നത് കേരളം ഇതിൽ നിന്നൊക്കെ മിസ് ഔട്ട് ആയി പോകണം. അപ്പൊ കേരളത്തിൽ ഒരു ടൈം യൂസ് സർവേ വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് അലോക്കേഷൻ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മളും ചിന്തിക്കേണ്ടതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പൊ നീഡ് ആൻഡ് നെസസിറ്റി ഓഫ് ജെൻഡർ ലെൻസ് പറയുമ്പോൾ യു ഷുഡ് ബി ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ, യു ദ ഫ്യൂച്ചർ ജനറേഷൻ ഓർ യു ദ സ്റ്റുഡൻസ് ആൻഡ് റിസർച്ച് സ്കോളേഴ്സ് ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദാറ്റ് these all things are to be missed out in Kerala. These all things should be something which should be renovated or something which is to be improved. Okay, so that we should take into consideration ഇതൊക്കെ നമ്മുടെ ഫ്യൂച്ചർ സ്റ്റഡീസിനകത്ത് if you bring all these things, it will be very productive for your future. Okay, ടൈം യൂസ് സർവേയുടെ ഇപ്പൊ ഇതില് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതില് നമ്മൾ സാധാരണ ഇത്രയും ഹൗസ് ഹോൾഡ്സ് ആണ് എടുത്തത്, പേഴ്സണൽ ഇന്റർവ്യൂ ആണ് എടുത്തത്. ഇനി എങ്ങനെയാണ് അവർ ഓരോ ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ആ ടേബിളിൽ ഒന്ന് നോക്കാമോ? അതായത് എംപ്ലോയ്മെന്റ് റിലേറ്റഡ്, ഇത് ഈ എടുത്ത ഹൗസ് ഹോൾഡ്സിന്റെ അടിസ്ഥാനത്തിലാണ്. എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ അവര് എങ്ങനെയാണ് എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ആദ്യത്തേല് പറയുന്നത് എത്ര പെർസെന്റേജ് ഓഫ് പേഴ്സൺസ് ആണ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി പങ്കെടുക്കുന്നത്. നോക്കാം, നിയർലി 60% ഓഫ് മെയിൽസ് ആർ പെർഫോമിംഗ് ബട്ട് ഓർ എൻഗേജ് ഇൻ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്, ബട്ട് ഇറ്റ് ഈസ് ഓൺലി 18.4. അൺപെയ്ഡ് ആക്ടിവിറ്റി നോക്കുമ്പോൾ ഒരു റേഷ്യോ ഒന്ന് നോക്കാമോ? ആദ്യത്തേല് പ്രൊഡക്റ്റീവില് വരുമ്പോൾ വളരെ കുത്തനെയുള്ള ഒരു ഹൈക്കാണ് മെയിലിന്, ഫീമെയിൽസിന് വളരെ കുറവ്. നേരെ മറിച്ച് അൺപെയ്ഡ് വരുമ്പോൾ ഇതങ്ങ് ലോപ്സൈഡഡ് ആയി പോവാണ്. എന്താ പറയുന്നത്, മെയിലിന് കുറവും ഫീമെയിലിന് കൂടുതലും. അപ്പൊ നമ്മളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇത് പലപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും അടികൂടാറുണ്ട്. അപ്പൊ അവർ പറയുന്ന ഒരു ഡയലോഗാണ്, ഞങ്ങളുടെ വൈഫിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. വി ഡസന്റ് നീഡ് എ ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഹെൽപ്പിംഗ് അല്ല ഒരു ഫാമിലിനകത്ത് വേണ്ടത്, ഷെയറിംഗ് ആണ് വേണ്ടത്. ഓക്കെ, ഇത് എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, ഏതൊരു വീട് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇറ്റ്സ് സോൾ റെസ്പോൺസ്. ഇപ്പൊ എന്റെ വീട്ടിലെ കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, എവറിത്തിങ് ഇസ് കൺസിഡർഡ് ടു ബി എ സോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് മൈൻഡ് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. ഓക്കെ, എല്ലാതും കൂടെ ഷെയർ ചെയ്ത് വരുമ്പോഴാണ് അത് ഒരു, നമ്മൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ നമ്മൾ വളരെ ആലങ്കാരികമായി പറയാറുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ, ഹൗ മെനി ഓഫ് നമ്മുടെ വീടിനുള്ളിലേക്ക് തിരിഞ്ഞു നോക്കാം. ഓക്കെ, how many of your husbands or father or brothers should clean the toilet? മിറ്റടിക്കാറ് എത്ര പേരുണ്ടാവും?
മുറ്റമടിക്കാൻ എത്ര പേര്? കോർട്ട്യാർഡ്, ഹൗ മെനി ഓഫ് യു ക്ലീൻ യുവർ കോർട്ട്യാർഡ്സ്? അപ്പോൾ അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചില ഫ്രണ്ട്സ് അതൊക്കെ പറയുമ്പോൾ അതൊക്കെ നാണക്കേട്, അങ്ങനെയുള്ള നാണക്കേടാണ്. ആ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ മാറേണ്ടത്. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാനം, എല്ലാവരും ഈക്വൽ ആയിട്ട് ചെയ്യുക. കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ആ ഒരു ഈക്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അർത്ഥത്തിലല്ല ഇത്ര ഈ ഒരു കഷ്ണം ഒരാൾ നുറുക്കുക അടുത്ത കഷ്ണം ആ രീതിയിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഷെയറിങ് ആണ് അത്യാവശ്യം ഹെൽപ്പിംഗ് മെന്റാലിറ്റിനെക്കാട്ടും. നമ്മുടെ 1998-2000 റിവീൽ ഉള്ള ടൈം ന്യൂസ് സർവേ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് 1 മണിക്കൂർ ലെസ് ദാൻ 1 hour ആണോ ആഴ്ചയിൽ എന്താ പറയുന്നത് മെയിൽസ് കുക്കിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. ഇറ്റ് ഇസ് മോർ ദാൻ 15 hours ദാറ്റ് എ ഫീമെയിൽ ഷുഡ് ഓൺ ആൻ ആവറേജ് ആണ് കേട്ടോ സ്പെൻഡ് ഓൺ കുക്കിംഗ്. അപ്പോൾ പിന്നെ അതേപോലെ നമ്മൾ പറയും ടോക്കിംഗ്, ഗോസിപ്പിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്ത്രീകളാണ് കൂടുതൽ ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ടിവിയിലും സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ടൈം ന്യൂസ് സർവേ റിവീൽ ദാറ്റ് ഇറ്റ് ഇസ് മെയിൽസ് ഹു സ്പെൻഡ് മോർ ടൈം ഓൺ ടോക്കിംഗ്, ഗോസിപ്പിംഗ്, പേഴ്സണൽ കെയർ ആൻഡ് സോ. ഫിസിക്കൽ എക്സസൈസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളുടെ എത്ര ജെൻസ് അല്ലെങ്കിൽ എത്ര മെൻ ഫോക്ക് ആയിരിക്കും കൂടുതലായിട്ടും അവര് ഹെൽത്ത് കോൺഷ്യസ്, അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുറത്ത് പോയിട്ടാണെന്നുണ്ടെങ്കിൽ ജിം ആണെങ്കിലും ഇങ്ങനത്തെ ലേഡീസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പോകുന്നുണ്ട് ഇല്ല എന്നല്ല, പക്ഷെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ ലൈക്ക് ഡാൻസിങ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് നോ ടൈം ഫോർ ഡാൻസിങ്. കാരണം നമുക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ അതിനും കൂടെ നമുക്ക് സമയം കണ്ടെത്തുമ്പോൾ വേറൊന്നും നമ്മുടെ അവിടെ മിസ് ഔട്ട് ആയിപ്പോ. ഇപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ ഡാൻസ് ചെയ്യണം അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കണമെന്നുള്ളത് തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ വിചാരിക്കും ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് മറ്റേ തന്നെ എടുക്കുക. ഭക്ഷണം ഉണ്ടാക്കാൻ അത്യാവശ്യം, ഡാൻസ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുന്നു. ഇപ്പൊ നമ്മളുടെ ഒരു കേരളത്തിലെ ഒരു സിറ്റുവേഷൻ കൂടെ ഞാൻ പറയാം. കേരളത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന മോർട്ടാലിറ്റി മോർബിഡിറ്റി സിൻഡ്രോം ആണ്. മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഒരു മരണനിരക്ക് വളരെ വളരെ കുറവാണ്. വി ആർ സോ ഹാപ്പി. പക്ഷെ മോർബിഡിറ്റി റേറ്റ്, പ്രോബബിലിറ്റി ടു ഗെറ്റിംഗ് ഇൽ, ദാറ്റ് മീൻസ് രോഗാതുരത നമ്മുടെ ഇവിടെ കൂടുതലാണ്. കാരണം എന്താ, നമ്മൾ വെറുതെ വിമൻ ഫോക്ക് മാത്രം, അതിൽ ഏറ്റവും കൂടുതൽ മോർബിഡിറ്റി റേറ്റ് 24 ആണ് ഫീമെയിൽസ്. ഇറ്റ് ഈസ് ഓൺലി 8% ഫോർ ദാറ്റ് ഓഫ് ദ നാഷണൽ ആവറേജ്. ആ ഒരു ഗ്യാപ്പ് ഒന്ന് ചിന്തിച്ചു നോക്കും. ഈ മോർബിഡിറ്റി റേറ്റ് പറയുന്ന സമയത്ത് ശരിക്കും എന്തുകൊണ്ട് ഇങ്ങനെയെന്നൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ചിലപ്പോൾ കോളേജിൽ പോകാൻ വേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി പലപ്പോഴും നമുക്ക് കഴിക്കാൻ നേരം ഉണ്ടാവാറില്ല. നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. കോളേജിൽ പോകുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എല്ലാം ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ കൊണ്ട് എന്തെങ്കിലും ലഞ്ച് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്നത് ചിലപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും ചിലപ്പോൾ 2 മണിയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ലഞ്ച് കഴിക്കുക. ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വെൻ വി കെയിം ബാക്ക് നേരെ നമ്മൾ അടുക്കളയിലേക്കായിരിക്കും പോകുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവായിരിക്കും. ആൻഡ് ഇൻ ദ ലേറ്റ് നൈറ്റ്, രാത്രിയാണ് നമ്മൾ എല്ലാ ഭക്ഷണവും കഴിക്കുന്നത്, കാരണം സമാധാനമായിട്ട്. അപ്പൊ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒബെസിറ്റി ഏറ്റവും കൂടുതലാണ് ഇവിടെ. നമ്മൾ ഏറ്റവും നന്നായി ഭക്ഷണം കഴിക്കുന്നത് രാവിലെയാണ്, ഏറ്റവും കുറവ് കഴിക്കുന്നത് രാത്രിയാണെന്ന് പറയും. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഉൾട്ടായിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിനെല്ലാം തന്നെ ഒരു ഫെമിനിൻ സപ്പോർട്ട് എന്നുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാത്തിനെയും നമ്മളൊരു ഷെയറിംഗ് മെന്റാലിറ്റിയോടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡു മച്ച് മോർ ബെറ്റർ. ഇനിയിപ്പോ നമ്മൾ ഇതിൽ പറഞ്ഞേക്കുന്ന എംപ്ലോയ്മെന്റ് റിലേറ്റഡ് അൺപെയ്ഡ്, ഇതിന്റെയൊക്കെ ആവറേജ് ടൈം ഒക്കെ ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അൺപെയ്ഡ് ആക്ടിവിറ്റീസ് സ്പെൻഡ് ചെയ്യുന്ന ഒരു പെർ ഡേയിൽ എത്ര മിനിറ്റ് ആണ്. ഇത് കാണിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾവേസ് അൺപെയ്ഡ് ആക്ടിവിറ്റീസ്, അതായത് ഒരു കെയർ ആക്ടിവിറ്റി, ഇപ്പൊ വീട്ടിലൊരു എന്താ പറയുക കിടപ്പ് രോഗി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സോൾ റെസ്പോൺസിബിലിറ്റി എപ്പോഴും നമുക്ക് അവിടെയുള്ള സ്ത്രീകളുടെ മേലേക്ക് പോണ കാണാം. അതിന്റെ അർത്ഥം അവിടെ പുരുഷന്മാർ സഹായിക്കുന്നില്ല എന്നല്ല കേട്ടോ, അല്ലെങ്കിൽ പുരുഷന്മാർ അതിന് സഹായം എന്നുള്ള വാക്കല്ല ഷെയർ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെയ്യുന്നുണ്ട്, പക്ഷെ മെജോറിറ്റി വരുന്ന സമയത്ത് അതെപ്പോഴും സ്ത്രീകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതൊക്കെ സഹിക്കാട്ടോ. ഇനി ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ്. ഓക്കെ, നമ്മൾ ഇപ്പൊ കുറച്ച് വിസ്മയ അങ്ങനെയുള്ള കുറെ കേസസ് ഒക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ശരിക്കും പറഞ്ഞാല് നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്. ശരിക്കും പറഞ്ഞാല് ഇത്രയധികം ഞാൻ അതിന്റെ ഡാറ്റ ഇത് കാണിക്കാം, എന്താ പറയുന്നത്, റിപ്പോർട്ടഡ് കേസിന്റെ നമ്പർ കാണിക്കാം. അപ്പൊ നമ്മൾ ശരിക്കും ഷോക്കിംഗ് ആയി പോകും. കാരണം ഇത്രയധികം എഡ്യൂക്കേറ്റഡ്, ഇത്രയധികം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റി. ദാറ്റ് മീൻസ് ഇൻ കേരള ബേസിക്കലി വി ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു അവർ ഫാമിലി. Family is considered to be as everything in നമ്മുടെ ഒരു സൊസൈറ്റി കൾച്ചറിന്റെ. പക്ഷേ the same family as well as the problem cruelty by husbands and relatives is considered to be as one of the prominent reason for domestic violence in that of the in Kerala. Domestic violence എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു വെർബൽ, നമ്മുടെ എന്താ പറയുക, ഭാര്യയെ തല്ലുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് മാത്രമല്ല ഡൊമസ്റ്റിക് വയലൻസ്.
വെർബൽ ആയിട്ടുള്ളത്, ഇൻസൾട്ടിങ് ആയിട്ടുള്ളത്, അതായത് എന്നെ പെട്ടെന്ന് ചീത്ത പറയാൻ ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക, ആ രീതിയിലല്ല പറയുന്നത്. നമുക്ക് പലപ്പോഴും നമുക്ക് പല അനുഭവങ്ങളും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറയും, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്, സുഹൃത്തുക്കൾ എന്ന ഗിലയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള ആൾക്കാരിൽ നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നതാണ്, നമ്മൾ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് പറയുന്ന ഒരു ഡയലോഗാണ്, നീ നിന്റെ വീട്ടിൽ നിന്ന് ഒന്നും കൊള്ളുന്നില്ല. ദാറ്റ് ഇസ് ഓൾസോ ഡൊമസ്റ്റിക് വയലൻസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊണ്ടുവരാനാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വെർബൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, ഡൊമസ്റ്റിക് വയലൻസ്. ഇപ്പൊ COVID-19 വന്നപ്പോ UN വിമൻ എല്ലാവർക്കും അറിയുണ്ടാവായിരിക്കും, യുണൈറ്റഡ് നേഷൻസ് എൻറ്റിറ്റി ഫോർ ജെൻഡർ ഇക്വാലിറ്റി ആണ് UN വിമന്റെ റിപ്പോർട്ട് വന്നു. അതിൽ UN വിമൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് COVID-19 has shattered the entire economy, okay, in different angles, where all the economic, സുരേഷ് സാർ പറഞ്ഞ പോലെ entire economic situation has been shattered, okay. That means our productive activity, all the unorganized sector has been shattered. The tailors ആയിക്കോട്ടെ, ഫെസ്റ്റിവൽ വെൻഡേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഷാറ്റേഡ്. പക്ഷെ അവിടെ ഉണ്ടായ വേറൊരു പ്രശ്നം വെച്ചാൽ there arises a pandemic which is known as shadow pandemic, ഒരു നിഴൽ മഹാമാരി എന്നുള്ള രീതിയിൽ ഒരു ഇത് ഡെവലപ്പ് ചെയ്തു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ arises, what is meant by shadow pandemic? ഓക്കെ, അപ്പൊ ഷാഡോ പാൻഡമിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഴൽ മഹാമാരി എന്ന് വെച്ചാൽ എല്ലാവരും ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലേക്ക് ചുരുങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ജോലി പോയി വീട്ടിലേക്ക് ചുരുങ്ങിയപ്പോൾ ഈ ആൾക്കാരുടെ എല്ലാം ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി അനുഭവിക്കേണ്ടി വന്നത് അവിടെയുള്ള വിമനാണ്. ഓക്കെ, അതിന്റെ നമ്പർ വല്ലാണ്ട് കൂടി, അതായത് ഡൊമസ്റ്റിക് കേസസ് വയലൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് വല്ലാണ്ട് കൂടി നാഷണൽ കമ്മീഷൻ ഫോർ വിമനിലൊക്കെ, നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലത്തെ കഥയാണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് കേരളത്തിലെ ഇത് കുറഞ്ഞു. അപ്പൊ വി ആർ സോ ഹാപ്പി. കേരളത്തിൽ എന്തോ ഭയങ്കര സംഭവമായി, നമ്മൾ കുറഞ്ഞെന്നൊക്കെ സന്തോഷിച്ചു. ഓക്കെ, ഹാപ്പി. ഓക്കെ, ആ സമയത്ത് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു, ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റും. പക്ഷെ വി ആർ ഷോക്ക് ദാറ്റ് ആ സമയത്ത് നമ്മൾ നടത്തിയിരുന്ന പേഴ്സണൽ ഇന്റർവ്യൂനൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത്, ഞാൻ അനുഭവിക്കുന്ന ഇഷ്യൂസ് റേസ് ചെയ്യാൻ പോലുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയി. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഹൗ മച്ച് ദേ സഫർ, ഹൗ മച്ച് ദേ സ്ട്രഗിൾ വിത്തിൻ ദെയർ ഹൗസ് ഹോൾഡ്. എന്നുവെച്ചാൽ അതുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവർ പറയുന്ന ഓരോ കാര്യങ്ങളും വി ആർ റിയലി ഷോക്ക്ഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഓരോ ഹൗസ് ഹോൾഡിൽ സംഭവിക്കുന്നു. ഇത് മാത്രമല്ല, ഒരു ഡൊമസ്റ്റിക് വയലൻസ് അല്ല, സെക്ഷൽ ഹറാസ്മെന്റ് ടു ദാറ്റ് ഓഫ് ചിൽഡ്രൻ. അപ്പൊ നമ്മൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. എക്സാക്ട്ലി ദാറ്റ് ഇസ് ഹാപ്പനിങ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മുടെ കിലയില് ഒരു കുട്ടി ഒരു സൈക്കോളജിക്കൽ ഇതില് എന്താ പറയുന്നത്, ആ കുട്ടി എല്ലാ ദിവസവും ആ കുട്ടിയുടെ അമ്മ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു എന്താ പറയുന്നത് ടെക്സ്റ്റൈൽ ഷോപ്പിലാണ്. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ട് ഇവർ വൈകുന്നേരം ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ അതിന്റെ മകള് അവിടെ ഒരു കലിങ്കുണ്ട്, ആ കലിങ്കിലിരുന്ന് കുറെ പയ്യന്മാരെ കൂടെ വർത്താനം പറഞ്ഞ് ഭയങ്കര. അപ്പൊ ഈ കുട്ടി ഒറ്റയ്ക്കുള്ളപ്പോൾ എല്ലാവരും പറയാണ് കുട്ടി വളരെ മോശം ക്യാരക്ടറാണ്, എപ്പോഴും ഈ പയ്യന്മാരെ കൂടി ഇരുന്ന് വർത്താനം പറയലാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഇതിന്റെ അമ്മ ഭയങ്കര ഡെസ്പായി, എന്നും ഈ കുട്ടി ഇങ്ങനെയാണ്, ആര് പറഞ്ഞിട്ടും കേൾക്കണില്ല, അമ്മ വരുമ്പോൾ മാത്രമേ ഒരുമിച്ച് വീട്ടിൽ പോകുള്ളൂ അങ്ങനെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താ പറയുന്നത്, ഈ കുട്ടീനെ ഒരു കൗൺസിലിംഗിന്റെ ഒക്കെ കൊണ്ടുവന്നു. അപ്പം കൗൺസിലർ ഇസ് ഷോക്ക് ടു റിയലൈസ് ദാറ്റ് ആ കുട്ടിക്ക് വീട്ടിലേക്ക് പോവാൻ പറ്റുന്നില്ല. ബിക്കോസ് ആ കുട്ടിയുടെ അച്ഛൻ സ്റ്റെപ്പ് ഫാദർ ആയിരുന്നു. അപ്പൊ ഈ സ്റ്റെപ്പ് ഫാദറിന്റെ ബിഹേവിയർ വളരെ മോശമായതുകൊണ്ട് ആ കുട്ടി വിചാരിക്കാൻ ഇറ്റ്സ് സേഫ് ടു സ്റ്റൂഡ് ഔട്ട്സൈഡ് ദ ഹൗസ്, വീടിന് പുറത്ത് ഞാൻ നിൽക്കാം ഒന്ന് ആലോചിച്ച് നോക്കാം. സ്വന്തം വീട് പോലും സേഫ് അല്ല എന്നുള്ളതിന് ഇതൊരു എക്സാമ്പിൾ മാത്രം കേട്ടോ, ഇതുപോലെ 100 എക്സാമ്പിൾസ് അത്. അപ്പൊ നമ്മള് സേഫ് സോണിൽ ഇരിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാ ഇതൊക്കെ, നമ്മൾ വേഗം വി ആർ സോ ഒരു സേഫ് മോഡിലാണ്. പക്ഷെ മച്ച് മോർ ദാൻ ദാറ്റ് സിറ്റുവേഷൻസ് ആർ മച്ച് മോർ വേഴ്സ്. ഓക്കെ, അപ്പോ ലോക്ക്ഡൌൺ ഞാൻ പറഞ്ഞു, അതായത് ഷാഡോ പാൻഡമിക് എന്നുള്ള രീതിയിൽ ഇതൊന്ന് നോക്കാമോ? ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഞാൻ എന്താ പറയുക 2021 ഇപ്പൊ കുറച്ച് ഞാൻ അത് മുഴുവൻ എടുത്തിട്ടില്ല, കാരണം വെച്ചാൽ അത് 2021 ഫുൾ ആയില്ലാത്തതുകൊണ്ട്. ഇത് നോക്ക്, ഇത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിലൊക്കെ ഒരു 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 ഏഡ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള മാത്രം ഞാൻ എടുത്തുള്ളൂ കേട്ടോ. ഡൗറി ഡെത്തോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഇപ്പൊ ഡൗറി ഡെത്ത് ഒക്കെ കഴിഞ്ഞ വർഷം 25 ഡൗറി ഡെത്താണ്. അപ്പൊ ഇപ്രാവശ്യം അതിനെക്കാട്ടും കൂടും. അപ്പൊ ക്രൂവൽറ്റി ബൈ ഹസ്ബൻഡ് ആൻഡ് റിലേറ്റീവ്സ് നോക്കാം. ഈ ഇത് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ചിന്തിക്കാൻ, റിപ്പോർട്ടഡ് കേസസ് ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ഇത് കേരള പോലീസിന്റെ സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്, കേരള സ്റ്റേറ്റ് പോലീസിന്റെ അവരുടെ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതില് ശരിക്കും ഇത്രയും ആൾക്കാരുടെ കേസ് റിപ്പോർട്ട് ചെയ്തു. അൺറിപ്പോർട്ടഡ് കേസസ് ആർ മച്ച് മോർ ആൻഡ് മോർ, ഡബിൾ ദാൻ ദാറ്റ്. ഷുവർ ആണ്, നമുക്ക് ആലോചിച്ചാൽ അറിയാം. റിപ്പോർട്ട് ചെയ്ത കേസിനെക്കാട്ടും ഉറപ്പായിട്ടും കൂടുതലായിരിക്കും അൺറിപ്പോർട്ടഡ് കേസസ്. കാരണം ഞാൻ റിപ്പോർട്ട് ചെയ്താൽ എന്റെ വീട്ടുകാർക്ക് മോശമാവോ, മറ്റുള്ളവർ എന്നെ പറ്റി ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടെൻഷൻ ഓൾവേസ് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യാതെ പോകും. അത്ര സഹികേടുമ്പോൾ റിപ്പോർട്ടിങ് വരുന്നുള്ളൂ. ഇതിനകത്ത് ഫേക്ക് കേസുകൾ ഉണ്ടാവാം,
പക്ഷെ ഭൂരിഭാഗം ഫേക്ക് ആയിരിക്കില്ല. അപ്പൊ ഞാൻ ഇവിടെ റോൾ ഓഫ് നഡ്ജസ്, ഹേർഡ് ബിഹേവിയർ, ഇൻഫോർമേഷൻ കാസ്കേഡ്സ് എന്നൊക്കെ എഴുതി. ഇത് നമ്മുടെ ഇതാണ് എന്താ പറയുക, ബിഹേവിയറൽ ഇക്കണോമിക്സിന്റെ കുറച്ച് ടെർമിനോളജിയാണ്. പി ജിക്കാർക്ക് അറിയുണ്ടാവുമായിരിക്കും. റെഫറൻസ് പോയിന്റ്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ് പി ജിയിലെ കുട്ടികൾ. 5th മൊഡ്യൂൾ ഓഫ് മൈക്രോ ഇക്കണോമിക്സിനകത്ത് പഠിക്കുന്നുണ്ട് ഈ നഡ്ജസും ഹേർഡ് ബിഹേവിയർ ഇൻഫോർമേഷൻ കാസ്കേഡ്സ് ഒക്കെ. ഞാൻ ഇതിവിടെ ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ ഒരു തിയറി പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെ പറയും നമ്മളത് ലിങ്ക് ചെയ്ത് പലപ്പോഴും പഠിക്കില്ല. നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ ഇഷ്ടമാതിരി തിയറീസ് ഇൻ ഇക്കണോമിക്സ് വി സ്റ്റഡി, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വി ഓൾവേസ് നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ലാഗ് ആണ്. ഹൗ ടു ലിങ്ക് ഇറ്റ് വിത്ത് ദാറ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി, ഓർ ഹൗ ഇറ്റ് ടു ബി ലിങ്ക് വിത്ത് ദാറ്റ് ഓഫ് ദ സൊസൈറ്റി, ഹൗ ഇറ്റ് ടു ബി ലിങ്ക് വിത്ത് ദാറ്റ് ഓഫ് ദി ഇക്കോണമി. ആ ഒരു ലിങ്ക് ആണ് നമുക്ക് എപ്പോഴും മിസ് ഔട്ട് ചെയ്ത് പോവാം. ആ ലിങ്ക് ആണ് ഇത്. അതായത് റോൾ ഓഫ് നഡ്ജസ്, എവറിബഡി നോസ് ദാറ്റ്. നമുക്കിപ്പോ നഡ്ജസ് നമുക്ക് ഈ വഴിയെ പോകണം എന്നിട്ട് ഇപ്പൊ നമ്മൾ പറയാം, അതിൽ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ടോയ്ലറ്റ് എവിടെയാണെന്ന് കാണിക്കണമെങ്കിൽ ഒരു ആരോ മാർക്ക് ഇട്ടല്ലെങ്കിൽ അപ്പൊ നമ്മൾ അതിലൂടെ പോകും. അതായത് അല്ലെങ്കിൽ ഒരു ഹേർഡ് ബിഹേവിയർ എന്ന് വെച്ചാൽ ഒരു കൂട്ടമായിട്ട് പോകുന്നത്. ഇപ്പൊ ആനക്കൂട്ടങ്ങളൊക്കെ പറഞ്ഞ് ഒരുമിച്ചാണ് അവർ പോവുക. അപ്പോൾ നമ്മൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഗവൺമെന്റ് ഇങ്ങനെ തന്നെയുള്ള ഇഷ്യൂസ് ഉണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും എന്താ പറയുന്നത് റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. നിങ്ങളിപ്പോ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ, അപ്പൊ ഹേർഡ് ബിഹേവിയർ മറ്റുള്ളവർ ചെയ്യുന്നു, അതുകൊണ്ട് എനിക്കൊരു ധൈര്യം വരും, ഞാൻ അനുഭവിക്കുന്നതിൽ എനിക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ടിങ് ഹാൻഡ് കൊടുക്കുകയാണ്, അപ്പൊ അതിലും രക്ഷപ്പെടാൻ സാധിക്കും. ഫോർ ഒരു ഇൻഫോർമേഷനിലൂടെ കൊടുക്കും. ഒരു എക്സാമ്പിൾ പറയും, ഇപ്പൊ നമ്മുടെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു സ്മാർട്ട് കിച്ചൺ പ്രോജക്ട് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരള. ഓക്കെ, ഈ സ്മാർട്ട് കിച്ചൺ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും ആ സ്മാർട്ട് കിച്ചൺ പ്രോജക്റ്റിലെ കൺസെപ്റ്റ് നോട്ട് ഉണ്ടാക്കുന്നതിൽ ഞാനും ഒരു മെമ്പറാണ്. അപ്പോൾ ഈ സ്മാർട്ട് കിച്ചൺ പ്രോജക്റ്റ് എന്താ പറയുന്നത്, നമ്മൾ അതിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കിയ സമയത്ത് സ്മാർട്ട് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KSFE-യുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കിച്ചൺ, അതായത് അടുക്കള നവീകരണം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ആ ഒരു ആംഗിളിലാണ് ആദ്യം വന്നത്. പക്ഷെ നമ്മൾ അതിനെ അങ്ങനെ അല്ലാണ്ട് കുറച്ച് വ്യത്യാസങ്ങളാക്കിയിട്ടുണ്ട്. അടുക്കള നവീകരണം മാത്രമല്ല, അടുക്കള ഇല്ലാത്തവർ എങ്ങനെ നവീകരിക്കും? അപ്പൊ നമ്മൾ ചോദിക്കും, അടുക്കള ഇല്ലാത്തവരുണ്ടോ? ഒറ്റമുറി വീട്ടിൽ എല്ലാം കൂടെ കിടക്കലും എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു റൂമിനകത്ത് അടുക്കള ഇല്ലാത്തവർ എന്ത് നവീകരിക്കും? ക്വസ്റ്റ്യൻ. വീടില്ലാത്തവർക്ക് എവിടെ അടുക്കള? കമ്മ്യൂണിറ്റി കിച്ചൺ എങ്ങനെ? അപ്പൊ എല്ലാത്തിനും ഉപരി നമുക്ക് വേണ്ടത് ഒരു കോമൺ സ്പേസ് ആണ്. അടുക്കളേനെ ഒരു കോമൺ സ്പേസ് ആയിട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ അതിനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൺസെപ്റ്റ് നോട്ടിലും അങ്ങനെയാണ്. അതായത് ഇപ്പൊ ഗവൺമെന്റ്, ഇപ്പൊ നമ്മൾ ഒരു കോവിഡ് മഹാമാരി വന്ന സമയത്ത് നമ്മുടെ കോളർ ട്യൂണിലൊക്കെ COVID-19 നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ ഒരു കോളർ ട്യൂൺ കേൾക്കാം. ഇതേപോലെ തന്നെ നമ്മൾ ഈ സ്മാർട്ട് കിച്ചന്റെ ഒക്കെ മാറി കഴിയുമ്പോൾ സ്മാർട്ട് കിച്ചൺ വരുന്ന സമയത്ത് ഇതേപോലെ കോളർ ട്യൂണിൽ കോളർ ട്യൂൺ വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു അടുക്കള എങ്ങനെയാണ് ഒരു കോമൺ സ്പേസ് ആക്കുക എന്നുള്ളത് അതൊക്കെ നമ്മൾ വെച്ചേക്കുന്ന സജഷൻസ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇൻഫോർമേഷൻ, അതായത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തിനാണ് ഇത് നമ്മൾ ഒരു 1000 പേരിലേക്ക് എത്തിക്കുകയാണ്. 1000 പേരിലേക്ക് എത്തുമ്പോൾ 1000 പേരും ചേഞ്ച് ചെയ്യുന്നല്ല, അതിൽ ഒരാളെങ്കിലും ഇതിന് ഇൻഫ്ലുവൻസ് ഉണ്ടായാൽ, ഒരാൾക്കെങ്കിലും രക്ഷപ്പെടാൻ സാധിച്ചാൽ, there lies the significance of this program. ഓക്കെ, ഇനിയിപ്പോ ഞാൻ നേരത്തെ ജെൻഡർ ലെൻസ് പറഞ്ഞു വന്ന സമയത്ത് എന്താ പറയുന്നത്, ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും സെപ്പറേറ്റ് ബഡ്ജറ്റ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ. അങ്ങനെയല്ല. Gender budgeting means it's not a separate for male and female. It's in fact take into consideration how each and every budgetary allocation affects different communities and how it leads to the reduction or the removal of gender inequality. അതായത് ഒരു ഗവൺമെന്റ് പദ്ധതി വെക്കുന്ന സമയത്ത്, അലോക്കേഷൻ നടത്തുന്ന സമയത്ത് ആ അലോക്കേഷൻ പ്രകാരം എങ്ങനെയാണ് അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജെൻഡർ ഇനീക്വാലിറ്റിനെ കുറയ്ക്കാൻ പറ്റുക. There lies the significance of gender budgeting. അപ്പോ നമ്മുടെ ഇന്ത്യയിൽ 2005-8, കേരളത്തിൽ 2008-9 നമ്മുടെ ഇവിടെ വനിതാ ഘടക പദ്ധതിയൊക്കെ ഉണ്ട്. വനിതാ ഘടക പദ്ധതി എല്ലാവർക്കും അറിയുണ്ടാവും, WCP. അത് എന്താണ് വനിതാ ഘടക പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒരു ഡിസ്കഷൻ, അവർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പഞ്ചായത്തിനും എന്താ പറയുക ലോക്കൽ ബോഡീസ്, അത് പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, അവർക്ക് സ്വയം ഭരണം, അതായത് അവർക്ക് ഒരു എന്താ പറയുക സെൽഫ് ഗവേണൻസ് എന്നുള്ള ഗവൺമെന്റ് നയിക്കാനുള്ള ഒരു പ്രാപ്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനക്സർ 40% ഓഫ് ഫണ്ട്സ് ടു ബി ഇയർമാർക്ക് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ലോക്കൽ ബോഡീസ്. 40% ഫണ്ട് അവർക്കാ നേരിട്ട് പോകുന്നത്.
പുറമേ തമിഴ്നാടിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇത് ചിന്തിക്കാൻ പോലും ആവില്ല. അവര് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇത്ര എഫിഷ്യന്റ് ആയിട്ട് നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ അവര് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വനിതാ ഘടക പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിനകത്തുനിന്ന് അറ്റ്ലീസ്റ്റ് ആണ് 10% വനിതകൾക്ക് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പദ്ധതികൾക്കായിട്ട് മാറ്റി വെക്കണം. അപ്പൊ പണ്ടത്തേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. അതായത് പണ്ടത്തെ റിപ്പോർട്ട്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പഞ്ചായത്തിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കുക, വനിതാ ഘടക, വനിതാ കോഴി, വനിതാ ആട്, വനിതാ റോഡ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണുക. ആ റോട്ടിൽ കൂടെ വനിതകൾ മാത്രമാണോ നടക്കുക? അല്ല. പക്ഷെ അങ്ങനെയാണ് പലപ്പോഴും പദ്ധതികൾ വെക്കാറ്. പക്ഷെ നമ്മൾ കിലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഇങ്ങനെയല്ല വെക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ എന്റെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയുന്നത്, ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച കുട്ടികളാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കുട്ടികളാണ് ആ പഞ്ചായത്തിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ പദ്ധതി വെക്കുന്ന അവർക്ക് അങ്ങനെയുള്ളവരാണ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളതെന്ന് വിചാരിക്കാം. പദ്ധതി വെക്കുമ്പോൾ ആ പദ്ധതി തുക എങ്ങനെയായിരിക്കണം? അവിടെ ഏറ്റവും കൂടുതൽ വയോജനങ്ങളും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ കുട്ടികൾക്ക് ലാബ് അനുബന്ധ സൗകര്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ലാബ് തുടങ്ങാനുള്ളത്, അല്ലെങ്കിൽ ഒരു മൊബൈൽ യൂണിറ്റ് കൊടുക്കുക. അതുമായിട്ട് ഈ വയോജനങ്ങളുടെ വീട്ടിൽ പോയിട്ട് നേരിട്ട് ഷുഗർ, പ്രഷർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ എൻഗേജ് നടത്തി, അതായത് വയോജനങ്ങളും യൂത്തും തമ്മിൽ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം സോൾവ് ചെയ്തു. അപ്പോൾ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ജെൻഡർ ലെൻസിലൂടെ നോക്കുന്ന സമയത്ത് ഒരു ഇന്റർസെക്ഷനാലിറ്റി ഫ്രെയിംവർക്ക് വേണം. ഡബിളി എക്സ്ക്ലൂഡഡ് വിമൻ, ഇപ്പൊ ഞാനൊരു വിമൻ ആയതുകൊണ്ട് എക്സ്ക്ലൂഡഡ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്റർസെക്സ് ആയതുകൊണ്ട് എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ മച്ച് മോർ ദാൻ ദാറ്റ്, ചിലപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഞാനൊരു ട്രൈബൽ വിമൻ ആയതുകൊണ്ട്, ഒരു ദളിത് വിമൻ ആയതുകൊണ്ട് ഒക്കെ ഞാൻ അപ്പൊ നമ്മൾ ഒരു ഡബിളി എക്സ്ക്ലൂഡഡ് വിമന്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ജെൻഡർ മൈനോറിറ്റീസിന്റെ കാര്യം, ഇതിലൊക്കെ അത്യാവശ്യം ജെൻഡർ ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു, ഇവിടെ ഞാനൊരു പടം ഇട്ടിട്ടുണ്ട്. അതായത് ഒരു ബഡ്ജറ്റിന്റെ ഒരു പടം ഇട്ടിട്ടുണ്ട്. അതായത് കുറെ ഇലകളാണ്, ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഓരോ അലോക്കേഷൻ ആണ് ഗവൺമെന്റിന്റെ. ഓരോ അലോക്കേഷനിലും അവിടെ ഒരു ജെൻഡർ ആംഗിൾ കൺസിഡർ ചെയ്യണം. എന്നാലാണ് ആക്ച്വൽ ബെനിഫിറ്റ് ഷുഡ് മൂവ് ടു ദാറ്റ് ഓഫ് ദി, അല്ലെങ്കിൽ പീപ് ടു ദാറ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു പ്രശ്നം എവിടെയാണെന്ന് മനസ്സിലാക്കാം. പ്രശ്നം പറയാൻ നമുക്ക് എല്ലാവർക്കും പറ്റും, പക്ഷെ സൊല്യൂഷൻ ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ പ്രശ്നം എവിടെയാണെന്ന് മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ലാബ് ടെക്നീഷ്യൻ പഠിച്ച പ്രോബ്ലം ആണ്. അപ്പൊ കുട്ടികൾക്കാണ് ജോലി ഇല്ലാത്തത്, അപ്പൊ അവർക്കാണ് ജോലി കൂടുതൽ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വയോജനങ്ങളുടെ ഇഷ്യൂ ആണ് കൂടുതൽ, അപ്പൊ അവർക്കാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ആർക്കാണോ സപ്പോർട്ട് വേണ്ടത്. ഒരു സ്റ്റാറ്റസ് സ്റ്റഡി നടത്തണം. ഡോക്ടർ തോമസ് ഐസക് ഈ തൊട്ട് ലാസ്റ്റ് ബഡ്ജറ്റിനകത്ത് പറഞ്ഞു, നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നടത്തേണ്ടത് ഒരു സിറ്റുവേഷണൽ അനാലിസിസ് നടത്തണം. ഒരു situational analysis each and every panchayat should undertake. Then only it is possible for us to create employment opportunities, because employment opportunities should be created in such a manner that it will move to that of the correct or the prompt person. Okay, ആർക്കാണോ വേണ്ടത് അവരിലേക്ക് എത്തണം. അല്ലാതെ നമ്മൾ ഇന്നത് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞത് കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആൾക്ക് അത് പോകുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോ നമ്മൾ ജെൻഡർ ബഡ്ജറ്റിംഗ് ഒരു വൺ ടൈം ആയിട്ട് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി കമ്മിങ് ടു ദാറ്റ് ഓഫ് ദ സെഷൻ 2, ഒരു കേസ് ഓഫ് കേരള. അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എന്നാലും ഒന്നും കൂടെ ഒന്ന് പറയാം. നേരത്തെ പറഞ്ഞു ലിറ്ററസി പറയുന്ന സമയത്ത് കേരളത്തിലെ കുറെ വൈരുദ്ധ്യാത്മകതകൾ ഉണ്ടെന്ന് പറഞ്ഞു, പാരഡോക്സിക്കൽ സിറ്റുവേഷൻ. വെൻ വി ടോക്ക് അബൌട്ട് ലിറ്ററസി ഇൻ ദാറ്റ് ഓഫ് കേരള, വി ഹാവ് 90, ഇത് 2000 കഴിഞ്ഞ സെൻസസ് പ്രകാരമാണ്. ഫീമെയിൽ ലിറ്ററസിയും മെയിൽ ലിറ്ററസിയും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവ്. വി ആർ സോ ഹാപ്പി. നമുക്ക് എല്ലാവർക്കും സാക്ഷരതയുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഓക്കെ, പക്ഷെ പ്രോബ്ലം എവിടെയാന്ന് നോക്കും, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. ഇപ്പൊ നമ്മുടെ കുട്ടികൾ 18 തൊട്ട് 23 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എൻറോൾമെന്റ് റേഷ്യോ ടു ഓൾ ഇന്ത്യ ലെവലിൽ 26.4 ആണ് വിമന് മെയിലിനോട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷെ കേരളത്തിൽ ഇറ്റ് ഇസ് 37. അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഞാൻ ആഡ് ചെയ്തില്ല. ഇറ്റ് ബിക്കം 37.5. ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഓൾ ഇന്ത്യ സർവേ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സർവേ പ്രകാരം 2020 റിപ്പോർട്ട് പ്രകാരം 37.5 ആണ്. അപ്പൊ ശരിക്കും ആലോചിച്ചു, 40% കുട്ടികള്, പെൺകുട്ടികള് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്നു. ഡു യു ഹാവ് an idea that the youth unemployment, the periodic labor force survey report which was recently published in 2021, കഴിഞ്ഞ ഫെബ്രുവരി മെയ് ആ സമയത്ത് പബ്ലിഷ് ചെയ്ത പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, വീക്ക്ലി സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെന്റ് വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 40.5 is the youth unemployment in Kerala. നമുക്ക് ചിന്തിക്കാൻ പറ്റും 40% ആണ് നമ്മുടെ ഇവിടുത്തെ യൂത്ത് അൺഎംപ്ലോയ്മെന്റ്. വാട്ട് ഇസ് ദ റീസൺ ആൻഡ് ഹൗ വി ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ, നന്നായി പഠിക്കുന്ന കുട്ടികൾ, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ബ്രില്യൻ ഗൈസ് ആണ് നമ്മുടെ ആൾക്കാർ. പക്ഷെ വാട്ട് ഇസ് ഹാപ്പനിങ്? ഓക്കെ,
അപ്പൊ നമ്മുടെ ഇവിടെയുള്ള പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, ഇതാണ് സിറ്റുവേഷൻ. പിന്നെ സെക്സ് റേഷ്യോന്റെ ഞാൻ പറഞ്ഞു, സിംഗിൾ ചൈൽഡ് നോ ചൈൽഡ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ഡിമാർ ഇതൊക്കെ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ ഇവിടെ എല്ലാ രീതിയിലും ചിലപ്പോൾ അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് ബർത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ ഉണ്ടാവുന്നു, ജോലി കിട്ടില്ലാതെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ എക്കണോമിക്സിൽ പറയും വാട്ട് പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഓർ ഹും ടു പ്രൊഡ്യൂസ് എന്നൊക്കെ നമ്മൾ സാധാരണ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് എന്നൊക്കെ നമ്മൾ പറയും. ദിസ് ഇസ് ഓൾസോ വി ഷുഡ് ടേക്ക് ഇൻ ടു വാട്ട് വി ഹാവ്. ഓക്കെ, നമുക്ക് എന്താണുള്ളത്, വാട്ട് വി നീഡ് ആൻഡ് വാട്ട് വി റിക്വയർഡ് ആൻഡ് വാട്ട് വി വാണ്ട് ടു ബി. നമുക്കുള്ളത് എന്താണെന്നും എന്താണ് എങ്ങനെയാണ് നമ്മൾ അതിനെ മൗൾഡ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. വൺ ഓഫ് ദ ബേസിക് പ്രോബ്ലം ദാറ്റ് ഇസ് ടു ബി ലിസ്റ്റഡ് ഔട്ട് ബൈ വൺ ഓഫ് ദ സർവീസ് വിച്ച് ഇസ് കണ്ടക്ടഡ് ബൈ UN Women is that നമ്മുടെ കുട്ടികളുടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൽ ബേസ്ഡ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമ്മുടെ കുട്ടികൾക്ക് വളരെ ഹൈ മാർക്ക് കിട്ടുന്നു, വളരെ നല്ലത്. പക്ഷെ അവരോട് ഒരാളുടെ അടുത്ത് ഒരു ഇന്റർവ്യൂ ബോർഡ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോകുന്നത് എന്താണ് റീസൺ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ഒരു ബോൾഡ്നെസ് ആണ്, അത് പോസിറ്റീവായിട്ട് സംസാരിക്കാനുള്ള ഒരു ബോൾഡ്നെസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ വിചാരിക്കും നമുക്ക് ചില കാര്യങ്ങൾ അറിയാം, പിന്നെ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, പഠിച്ചതിന് ശേഷം നമ്മൾ സംസാരിക്കണം. തെറ്റുകൾ പറ്റും, മനുഷ്യരെ എല്ലാവർക്കും തെറ്റുകൾ പറ്റും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തെറ്റുകൾ പറ്റും. പക്ഷെ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈ കോർപ്പറേറ്റ് സർക്കിളിലേക്ക് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻഫോസിസ് അങ്ങനെയുള്ള പ്രോക്ടർ ആൻഡ് ഗാംബിൾ അങ്ങനെ കമ്പനീസിനകത്തേക്ക് വരുന്ന സമയത്ത് എന്റെ ചില ഫ്രണ്ട്സുകൾ പറയുന്നത്, ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർ പറയുന്നത്, ഇന്റർവ്യൂ എടുക്കുമ്പോൾ മാർക്ക് ബേസിലൊക്കെ ഏറ്റവും കൂടുതൽ അവർക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന കുട്ടികൾ കേരളത്തിലെ കുട്ടികളായിരിക്കും. പക്ഷെ ഒരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ബാംഗ്ലൂർ ബേസ്ഡ് കുട്ടികളാണ്. അത് ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവര് പുറത്തേക്ക് പോകും, മറ്റൊരകത്ത് കയറും. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒന്നിനും ഒരു കുറവില്ല, ഏറ്റവും നന്നായിട്ട് അത്രയും ബ്രില്യന്റ് ആണ് നമ്മുടെ കുട്ടികൾ. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് എന്താണ്, എന്ത് സ്കില്ലാണ് മിസ് ഔട്ട് ആവുന്നത്? ദാറ്റ് മീൻസ് ദാറ്റ് സ്കിൽ ഷുഡ് ബി ഇംപ്രൂവ്ഡ്. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ബോട്ടം അപ്പ് പ്രോസസ് അത്യാവശ്യമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും എന്താ പറയുക മേലേന്ന് താഴത്തേക്ക് കൊടുക്കുന്നതിന് പകരം ഒരു ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്നാണ് ചേഞ്ച് വരുന്നത്, ഇൻഡിവിജ്വൽ, സൊസൈറ്റി, ഫാമിലി, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, ആ രീതിയിലുള്ള ഇതാണ് വരുന്നത്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു നമുക്കൊരു റിച്ച് ഡാറ്റാബേസ് ഇസ് വെരി എസെൻഷ്യൽ. വാട്ട്, ഹും, ഹൗ എന്നുള്ള രീതിയിൽ ഡാറ്റാബേസ് ഉണ്ടെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ടും ഡോക്ടർ തോമസ് ഐസക് ഒക്കെ പറഞ്ഞ പോലെ സിറ്റുവേഷൻ അനാലിസിസ് നടത്താൻ പറ്റും. അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു what do you mean by ഒരു എന്താ പറയുന്നത്, ഒരു സ്റ്റാറ്റസ് സ്റ്റഡിയാണ് നമുക്ക്. സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ല. ഇല്ല മാം. One second, please. One second, please. Okay. Okay, ma'am.
Hope it is visible now. കാണുന്നില്ലേ ഇപ്പൊ? Yeah, ma'am, കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ കുറച്ച് റിപ്പോർട്ട്സ് ആണ്. അപ്പൊ അതിൽ ജസ്റ്റ് ഇങ്ങനെ കേരളത്തിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട്, തമിഴ്നാട് റെഡാക്കി ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് നോക്കാം. നമ്മൾ സാധാരണ ഒരു വീടിനകത്ത് നോക്കുന്ന സമയത്ത് മേജർ ഹൗസ് ഹോൾഡ് പർച്ചേസ് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ പോകണം എന്നതാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് ഒന്ന് നമ്മുടെ വീടുകളിലേക്ക് തിരിഞ്ഞു നോക്കാം. അപ്പൊ എനിക്ക് എന്റെ വീട്ടിലൊന്ന് പോകണം അല്ലെങ്കിൽ അച്ഛനെ കാണണം അമ്മയെ കാണണം എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സാധാരണ ചില ഫാമിലിയിലൊക്കെ പറയും നമുക്ക് അടുത്ത്, അപ്പൊ എനിക്ക് ഇന്ന് ഫ്രീ ആണ് അപ്പൊ ഇന്ന് പോകാന്ന് പറയും ഹസ്ബൻഡോ അല്ലെങ്കിൽ പറയും റിലേറ്റീവ്സ് അടുത്ത ആഴ്ച പോവാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് എന്നിൽ നിന്ന് പോവുകയാണ്. എനിക്ക് ഇന്നേ ലീവ് ഉള്ളൂ, അടുത്ത ആഴ്ച ലീവില്ല, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് ടു ചേഞ്ച് മൈ പ്ലാൻ ടു ദാറ്റ് ഓഫ് ദി നെക്സ്റ്റ് വീക്ക്. അപ്പൊ ഈ രീതി അഡ്ജസ്റ്റ്മെന്റ്സും അതുപോലെ ഷെയറിംഗ് ഒക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഫാമിലിയിൽ കുറച്ചൊക്കെ ഓക്കെ, പക്ഷെ ചിലത് എക്സ്ട്രീം ആയിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുടെ റിപ്പോർട്ടാണ് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. Entitlement mapping and crime mapping, these are the technical terms which was used by Dr. T.M. Thomas Isaac in the last budget. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞു സിറ്റുവേഷൻ അനാലിസിസ് നടത്തണം എന്ന് പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ ഡൊമസ്റ്റിക് വയലൻസോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എൻറ്റൈറ്റിൽമെന്റ് മാപ്പിംഗ് എന്ന് നേരത്തെ പറഞ്ഞു അവർക്ക് ഉള്ളത് എന്താണോ എൻറ്റൈറ്റിൽമെന്റ്സ് എന്താണോ, അപ്പൊ എന്താണോ ഉള്ളത് അതനുസരിച്ച് പ്ലാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. This I also explain need for intersectionality. That means we have Dalit women, tribal women, transgender women. That means that when we think about gender, when we talk about women, we should take into consideration women as a whole, transgender community, Dalit community, etc. When we talk about mental illness, ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്, സമയം പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്പീഡിൽ പോവാണ് കേട്ടോ. ഓക്കെ, മെന്റൽ ഇൽനെസ് പറയുന്ന സമയത്ത് കുറച്ച് നാൾ മുമ്പ്, ഇപ്പോഴല്ല, ഐ തിങ്ക് ദാറ്റ് ലാസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു, ഡോക്ടർ CJ John, one of the chief psychiatrists in that of the Medical Trust Hospital, has put forward ഒരു അദ്ദേഹത്തിന്റെ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിളിനകത്ത് പറഞ്ഞതാണ്, എന്നെ കാണാൻ വരുന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതൽ യൂത്ത് ആണ്, അതിൽ കൂടുതൽ പെൺകുട്ടികളുമാണ്. അപ്പൊ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ സൂയിസൈഡ് റേറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. കൊല്ലം is considered to be as a suicide hub in India itself. സൂയിസൈഡ് ക്യാപിറ്റൽ, ഇന്ത്യന്റെ തന്നെ സൂയിസൈഡ് ക്യാപിറ്റൽ നമ്മുടെ കൊല്ലാണെന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഭയങ്കര വിഷമകരമായിട്ടുള്ള അവസ്ഥ. നമ്മുടെ കുട്ടികള് എന്താണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ചെറിയ ഇഷ്യൂസ് വന്നപ്പോഴും ബോൾഡായിട്ട് നമ്മൾ പിടിച്ചു നിൽക്കണം. കാരണം നമുക്ക് ഇത്രയും ഒരു ലൈഫ് ഇസ് കൺസിഡർഡ് ടു ബി സംതിങ് പ്രഷ്യസ്. അത് പെട്ടെന്ന് ആർക്കും വേണ്ടി ഉപേക്ഷിച്ച് കളയാനുള്ളതല്ല. അപ്പോൾ നമ്മുടെ 41.2 per 1 lakh ആണ് സൂയിസൈഡ്സ് ഇൻ കൊല്ലം. 1920 ഡാറ്റയാണ്. അത് കേരളത്തിന്റെ റേറ്റ് എത്രയാണ്, ഇന്ത്യയുടെ റേറ്റ് നോക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മള് മെന്റൽ ഇൽനെസ് ആണെന്നുണ്ടെങ്കിലും ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ, അതായത് ഫാമിലിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോഴാണ് ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പൊ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജെൻഡർ ലെൻസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പ്രാവർത്തികമാകണം. This I explained. This also I explained, Kila, that I explained. Women component plan, ഇതൊക്കെ ഞാൻ പറഞ്ഞതായതുകൊണ്ടാട്ടോ ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസിലേക്ക് പോവാത്ത. ആൻഡ് ഓൾസോ ടു ഡീൽ, നമുക്കറിയാം എല്ലാ പഞ്ചായത്തിനകത്തും നമുക്ക് ജാഗ്രത വിജിലൻസ് കമ്മിറ്റി, ജാഗ്രതാ സമിതി ഉണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾ ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുട്ടി ഒരിക്കൽ വന്ന് ചോദിച്ചാൽ ടീച്ചർ ഞാൻ എന്താ ചെയ്യുന്നത്, വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഒരു നേരിട്ടൊരു ലോയറിന്റെ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങൾക്കില്ല, വാട്ട് ഐ ഹാവ് ടു ഡു. സോ നമ്മുടെ ആൾക്കാരെ അത് മനസ്സിലാക്കിക്കണം. എല്ലാ പഞ്ചായത്തിലും ജാഗ്രതാ സമിതി ഉണ്ട്. ജാഗ്രതാ സമിതിയിലെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ഒരു ലോയർ, മെഡിക്കൽ ഓഫീസർ, പോലീസ്, ഇതൊക്കെ കൂടിയതാണ് ജാഗ്രതാ സമിതി. നമ്മുടെ ഇഷ്യൂസ് നമുക്ക് അവിടെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം അവിടെ പലപ്പോഴും അതിർത്തി തർക്കങ്ങളൊക്കെ വന്നു പോകും. നമ്മൾ പഞ്ചായത്തായിട്ടുള്ള സംസാരങ്ങളിലൊക്കെ നമ്മൾ അറിയാവുന്നതാണ്. അപ്പൊ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് സഹായത്തിന് ആളുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ജെൻഡർ റിസോഴ്സ് സെന്റർ, സിമിലർലി ഇപ്പൊ ജെൻഡർ റിസോഴ്സ് സെന്ററിനെ പറഞ്ഞ സമയത്ത്, അതായത് ജെൻഡർ റിസോഴ്സ് സെന്റർ എല്ലാ പഞ്ചായത്തിലും ജെൻഡർ റിസോഴ്സ് സെന്റർ ഉണ്ട്. പക്ഷെ നമുക്ക് ജെൻഡർ റിസോഴ്സ് സെന്റർ എന്താണ് എന്നിപ്പോ നമുക്ക് കഴിഞ്ഞ വർഷം ഈ കൊറോണ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ശ്രദ്ധ എന്നുള്ള ഗവൺമെന്റിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, അത് തീരദേശ ആൾക്കാരിൽ സംസാരിക്കാനായിരുന്നു. അപ്പൊ ഞാൻ ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വാടാനപ്പള്ളി, ചാവക്കാട് അവിടെയുള്ള തീരദേശ ആൾക്കാരായിട്ട് സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ അവരായിട്ട് സംസാരിക്കുമ്പോ
അതിൽ ഇപ്പൊ സംസാരിച്ചൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ഇത്രയെങ്കിലും സമയം നമ്മൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് മഴ കാണാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത് വെറുതെ കുറച്ച് നേരം പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, അല്ലാച്ച ചായ കുടിക്കാൻ ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെയുള്ള സമയം അത് എന്റെ മാത്രം സമയമാണ്. അത് എനിക്കൊരു സന്തോഷം കിട്ടുന്നു എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ ടൈം. അപ്പോൾ അത് എനിക്ക് മാത്രമുള്ളതാണ്. എനിക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു ഇത് നമ്മൾ പലപ്പോഴും മിസ് ഔട്ട് ആക്കി കളയണം. അപ്പൊ മാധവിക്കുട്ടിയുടെയൊക്കെ ഒരു ഇതില് പറയുന്നതാണ്, അതായത് ഞാൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചോ എന്ന്. അപ്പൊ ഉത്തരം എനിക്ക് വേണ്ടി ജീവിച്ചില്ല എന്നാണ്. ജീവിച്ചു എന്നാണെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് മരിക്കാം. ജീവിച്ചില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇനി ജീവിക്കാനൊട്ട് സമയമില്ല എന്ന് തിരിച്ചറിവും. അതാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം എന്നുള്ളത് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഞാൻ അവരായിട്ട് ഭയങ്കര സംസാരിച്ച് കഴിഞ്ഞപ്പോ ഒരു അമ്മ വന്ന് എന്റെ കയ്യിൽ പിടിച്ചിട്ട് കുറെ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോളെ ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഞാൻ എന്റെ മക്കൾക്ക്, ഹസ്ബൻഡിന്, എല്ലാവർക്കും വേണ്ടി ഒരുപാട് ജീവിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് വേണ്ടി ജീവിച്ചു? ആ അമ്മയ്ക്ക് ഒരു 60-65 വയസ്സായിട്ടുണ്ട്. എനിക്ക് വേണ്ടി ജീവിച്ചു എന്ന് നോക്കിയപ്പോ അൺഫോർച്ചുനേറ്റ്ലി ഐ ഡിഡ്ന്റ് സ്പെൻഡ് എനി ടൈം ഫോർ മൈ സെൽഫ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ശരിക്കും കഷ്ടമല്ലേ ശരിക്കും? അപ്പൊ നമുക്കായിട്ടൊരു സ്പേസ് വേണം. ആ സ്പേസ് ആണ് ജെൻഡർ റിസോഴ്സ് സെന്റർ. എല്ലാ പഞ്ചായത്തിലും ഉണ്ട് നമുക്ക് ചെന്നിരിക്കാം. പക്ഷെ ആ പഞ്ചായത്തിന് 2 ലക്ഷം രൂപ വീതം ജെൻഡർ റിസോഴ്സ് സെന്ററിന് വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷെ എത്ര പഞ്ചായത്ത് അത് ഉപയോഗിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഉപയോഗിക്കുന്ന പഞ്ചായത്തുകളും ഉണ്ട്. അവർക്ക് നമുക്ക് അവിടെ സ്പേസ് ഉണ്ട്. അപ് ടു 2,15 മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പാണ് അത് ഫോം ചെയ്ത്. നമുക്ക് ഒരു കൗൺസിലർ ഉണ്ടാവും അവിടെ. പക്ഷെ അത് ഏതൊക്കെ പഞ്ചായത്ത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങളുടെ പഞ്ചായത്തിൽ ഉണ്ടോ നിങ്ങൾ അന്വേഷിക്കുക. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് അവിടെ ഉണ്ടാക്കാത്തതെന്ന് ചോദിക്കാം. ഇത് നമ്മൾ അറിഞ്ഞാലാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക. എന്തുകൊണ്ട് എന്റെ പഞ്ചായത്തിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ ഇല്ല എന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ആസ്ക് യുവർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി വൈ യു ആർ നോട്ട് ഇൻകോർപ്പറേറ്റിംഗ് ദിസ് ജെൻഡർ റിസോഴ്സ് സെന്റർ. പഞ്ചായത്ത് യു ഹാവ് ടു ചെയ്തേ പറ്റൂ. ഗവൺമെന്റ് പറയുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് പൈസയുണ്ട്, പിന്നെ എന്താ ചെയ്യാൻ പറ്റാത്ത? അവിടെ MSW പഠിച്ചൊരു കുട്ടീനെ കൗൺസിലാക്കി വെക്കുമ്പോൾ 15,000 രൂപ കുട്ടിക്ക് റെമ്യൂണറേഷനും ഉണ്ട്. അപ്പൊ അവിടെ വെച്ച ഒരു കുട്ടിക്ക് ജോലിയും കിട്ടി. നമുക്ക് പോയിരുന്ന് സംസാരിക്കാൻ സ്പേസ് ആയി, പത്രം വായിക്കാൻ, എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യാം. ഇപ്പൊ കൊറോണ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ മാത്രം, ഇതൊക്കെ മാറുമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെയാണ് നമുക്ക് ഇതാക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ജെൻഡർ റിസോഴ്സ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്പേസ്. ഇപ്പൊ നമ്മുടെ കോളേജിൽ തന്നെ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് സ്പേസ് ക്രിയേഷൻ ഉള്ളതിന്റെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രോഗ്രാമാണ് CPID, കോമൺ പ്ലാറ്റ്ഫോം ഫോർ ഇന്റലക്ച്വൽ ഡിസ്കസ്. നമ്മൾ എല്ലാ ആഴ്ചയും അതിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തത് നമുക്ക് എന്താ പറയുന്നത്, പാതി വഴിയിൽ അവസാനിക്കുന്ന പെൺജീവിതങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് നമ്മുടെ വിസ്മയയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ ശരിക്കും അത് ചെയ്യാനുണ്ടായ കാരണം വെച്ചാൽ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എനിക്ക് തുറന്നു പറയാനൊരു സ്പേസ് ഇല്ല. നമ്മുടെ കുട്ടികൾക്ക് ആ സ്പേസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഈ നാളെ നമ്മൾ കിറ്റെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ഞങ്ങൾ ചർച്ച ചെയ്യാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവിടെ കിറ്റെക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കിറ്റെക്സിന്റെ ഉള്ളിൽ എന്താണ്, അല്ലെങ്കിൽ അത് തമിഴ്നാട്ടിൽ നമ്മുടെ ഇവിടുന്ന് വേണ്ടെന്ന് വെച്ച് പോകാനുള്ള കാരണം മാത്രമല്ല, ഇക്കണോമിക് ആംഗിൾ മാത്രമല്ല, അതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവിടെ തൊഴിലാളികൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളുണ്ടോ? ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ളത് അവിടെ വർക്ക് ചെയ്ത കുട്ടികൾ വരെ ഉണ്ട് നമ്മുടെ കോളേജിൽ. അപ്പൊ ആ കുട്ടികൾക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരം. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് തുറന്നു പറയാനുള്ള സ്പേസ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ, നമുക്ക് ബോറടിച്ചിട്ടുണ്ടാവും. ജെൻഡർ ലെൻസ് ഫോക്കസ് ഓൺ ജെൻഡർ മൈനോറിറ്റീസ്. സെക്സ് ഐ ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. Gender minority, gender as a fluid, that I also explained. Okay. Coming to LGBTIQ. അതായത് നമ്മുടെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൽ ആൻഡ് ജെൻഡർ മൈനോറിറ്റീസ് ഉണ്ട്. നമ്മൾ സാധാരണ ഇപ്പൊ ഹെട്രോസെക്ഷൽ എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ കാണുമ്പോൾ സ്ത്രീനെ പോലെ എനിക്ക് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നത് പുരുഷന്മാരോടാണ്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സ്ത്രീകളോടാണ് ഹെട്രോസെക്ഷൽ. ഈ ഹെട്രോസെക്ഷൽ അല്ലാതെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം. ഒരിക്കലുമല്ല, ഇറ്റ്സ് നോട്ട് സൈക്കോളജിക്കൽ. അത് നമുക്ക് ഉണ്ടാകുന്ന ജനറ്റിക്കൽ, ഹോർമോണൽ, അങ്ങനെ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഡൈൻസിഫാലോൺ, ഫോർഹെഡ് ബ്രെയിനിന്റെ ഡൈൻസിഫാലോണിൽ ഉണ്ടാകുന്ന 22nd ക്രോമോസോംസിലുള്ള വേരിയേഷൻ, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. പക്ഷെ പലപ്പോഴും അതിനൊരു സൈക്കോളജിക്കൽ എന്നുള്ള രീതിയിൽ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. അപ്പൊ L മീൻസ് എല്ലാവർക്കും അറിയാം ലെസ്ബിയൻ ആണ്, ഫീമെയിൽ ടു ഫീമെയിൽ അട്രാക്ഷൻ. G മീൻസ് ഗേ, ബൈസെക്ഷൽ, എനിക്ക് പുരുഷന്മാരോടും സ്ത്രീകളോടും അട്രാക്ഷൻ തോന്നാം. T ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ്. Q മീൻസ് ക്യൂർ കമ്മ്യൂണിറ്റി. ക്യൂർ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ പെക്യൂലിയർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതിനെ എല്ലാം കൂടെ ഒരു അംബർല ടേം ആണ് Q+. പ്ലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര അധികം ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു 70+ എന്നുള്ള രീതിയിൽ ഉണ്ടെന്ന് പറഞ്ഞ ആ ഒരു രീതിയിലാണ്. ഓക്കെ. ഇത് ഒരു ജെൻഡർ ബ്രെഡ് പേഴ്സൺ ഡയഗ്രാം ആണ്.
ഓക്കെ, അതിൽ ജസ്റ്റ് ഇങ്ങനെ ഞാനൊരു പടം കൊടുത്തിട്ടേ ഉള്ളൂ. അതായത് സെക്ഷൽ ഓറിയന്റേഷന്റെ അടിസ്ഥാനത്തിൽ ബൈസെക്ഷൽ, ഹോമോസെക്ഷൽ, ഹെട്രോസെക്ഷൽ, ബയോളജിക്കൽ സെക്സിന്റെ അടിസ്ഥാനത്തിൽ മെയിൽ ഫീമെയിൽ. ആ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും. പിന്നെ ഒരു ജെൻഡർ എക്സ്പ്രഷൻ, ഞാൻ എങ്ങനെയാണ് ഡ്രസ് ചെയ്തേക്കുന്നത്, മാസ്കുലിൻ ആയിട്ടാണോ ഫെമിനിൻ ആയിട്ടാണോ രണ്ടും കൂടിയാണോ, അതുപോലെ ജെൻഡർ ഐഡന്റിറ്റി. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് പല രീതിയിലും ജെൻഡർ നമ്മൾ നോക്കിക്കാണണം. അപ്പോൾ നമുക്ക് ജെൻഡർ ഇക്വാലിറ്റി ഫോർ മെയിൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു ജെൻഡർ ലെൻസ് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഇക്വാലിറ്റി കൊണ്ടുവരുമ്പോൾ അത് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ടി ജി കമ്മ്യൂണിറ്റി ഇന്റർസെക്സ് കാൻ ബി ലൈക്ക് ദാറ്റ്. കൺസിഡർ ഇറ്റ് ഫ്രം എ ഹ്യൂമാനിറ്റേറിയൻ ആംഗിൾ. നമുക്ക് പല രീതിയിലുള്ള നേരത്തെ പറഞ്ഞു സിസ്ജെൻഡർ ഉണ്ട്. സിസ്ജെൻഡർ തന്നെ ഇപ്പൊ എന്നെ കാണുമ്പോൾ ഒരു സ്ത്രീയെ പോലെയാണ്, എന്റെ എല്ലാ ഫീലിങ്സും സ്ത്രീയെ പോലെയാണെന്നുണ്ടെങ്കിൽ എന്റെ സൈക്കോളജിക്കൽ സെൽഫും ഔട്ട്സൈഡ് സെൽഫും കൂടെ മാച്ച് ആവണം. ഐ ആം എ സിസ്ജെൻഡർ പേഴ്സൺ. ഓക്കെ, അങ്ങനെ എല്ലാത്തവരുണ്ടാവും. ഓക്കെ, അവിടെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ പറയുന്നത്. ഇനി പാൻസെക്ഷൽ, എനിക്ക് എല്ലാവരോടും അട്രാക്ഷൻ ആണ്, ആ ഒരു സിറ്റുവേഷൻ പാൻസെക്ഷൽ, അതായത് എല്ലാ മെയിൽ ഫീമെയിൽ എവറിത്തിങ് ഒരു സെക്ഷൽ അട്രാക്ഷൻ. എസെക്ഷൽ, എനിക്ക് ആരോടും ഒരു അട്രാക്ഷൻ ഇല്ല. ഓക്കെ, ഇത് ഏറ്റവും വലിയ ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നതാണെന്ന് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം ആർക്കുണ്ടെന്നുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. കമ്മിങ് ഔട്ട് ടി ജി കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പറയുമ്പോൾ നമ്മൾ എന്നാണോ ഞാൻ ഇത്രയും നാളൊരു സ്ത്രീ ആയിരുന്നു, നാളെ ഞാൻ സ്ത്രീ അല്ല, എന്റെ എല്ലാ ഫീലിങ്സും പുരുഷനാണെന്ന് പറയുന്ന ആ സമയം ഞാൻ വീട്ടിൽ നിന്ന് പുറത്താണ്. ഹൗ ക്യാൻ ഇറ്റ് ബി? നമ്മൾ ഇത്ര നാളും വളർത്തിക്കൊണ്ടുവന്ന ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾ അങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അവര് പറയുന്ന വെച്ചാൽ അവരുടെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല നമ്മളങ്ങനെ ആകുന്നേ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ജനറ്റിക്കലി ഹോർമോണൽ ചേഞ്ചസ്, ഓക്കെ, ക്രോമസോം ചേഞ്ചസ്, ഇതാണ്. അല്ലാതെ എന്റെ പ്രശ്നമല്ല എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കാതെ എന്റെ ഇഷ്യൂ ആണ്, നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ കുറച്ച് റീസൺസ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം നമുക്ക് 23 പെയർ ഓഫ് ക്രോമസോംസ് ആണ്. 22 പെയറും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയാണ്. 23rd പെയർ ഇസ് നോൺ ആസ് ദ സെക്സ് ക്രോമോസോം. അത് ഫീമെയിൽസിന് എക്സ് ഫോർ ഫീമെയിൽസ്, എക്സ് വൈ ഫോർ മെയിൽസ്. ഇതല്ലാണ്ട് ചിലപ്പോൾ ഒരു എക്സോ വൈയോ അധികമായിട്ട് കടന്നു വരാം. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർസെക്സ് ടി ജി എന്നുള്ള രീതിയിലേക്കാണ്. എന്തൊക്കെ കാരണങ്ങൾ, അത് ഭയങ്കര സ്ട്രെസ്, നമ്മൾ ചിലപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ സ്ട്രെസ് അനുഭവിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസ്, നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ്, നമ്മൾ പറഞ്ഞ ചില ഭക്ഷണങ്ങൾ വൈരുദ്ധ്യാത്മകത, അത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസ്, പൊല്യൂട്ടൻസ്, ഡിസീസസ്, പല രീതിയിൽ ജനറ്റിക്കൽ, പല രീതിയിലും നമുക്ക് എന്ത് ഹോർമോണൽ ചേഞ്ച്, ഈ രീതിയിലൊക്കെ നമുക്ക് ഈ പല രീതിയിലുള്ള ജെൻഡർ വരാം. അപ്പൊ ഇതിൽ ഞാൻ ടി ജി കമ്മ്യൂണിറ്റിയുടെ നമ്മൾ എങ്ങനെയാണ് ടി ജി കമ്മ്യൂണിറ്റിനെ ഒരു ജെൻഡർ ലെൻസിലൂടെ അവരെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൽസ ജഡ്ജ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ടി ജി കമ്മ്യൂണിറ്റിയുടെ ഒരു ബേസ് എന്നുള്ള രീതിയിൽ. പണ്ട് എന്താ പറയുന്നത്, മുഖമില്ലാത്തവരും ശബ്ദമില്ലാത്തവരും, നമുക്കൊരു ഫേസ് ഉണ്ടായിരുന്നില്ല, അല്ലാത്ത വോയിസ് ഉണ്ടായിരുന്നില്ല ഇയേഴ്സ് ബാക്ക്. നമ്മളെ ചെറുപ്പത്തിലൊന്നും നമ്മൾ ഇവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഇവരെ കാണുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അർത്ഥം? അവർ പണ്ടില്ല എന്നല്ല, ഇപ്പൊ അവരുടെ വോയിസ് കേൾക്കുന്നു എന്നുള്ളതാണ്, മുഖം കാണുന്നു എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ കാരണം? നൽസ ജഡ്ജ്മെന്റ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജാമാതാ നാസിദ് കൗർജിയും അതുപോലെ തന്നെ ഒരു ലക്ഷ്മി നാരായൺ ത്രിപാഠി, അവരൊരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആണ്. ഇവര് കൂടെ ഒരു സുപ്രീം കോടതിന് കൊടുത്തിരിക്കുന്ന ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ജെൻഡേഴ്സിനും 15th April 2014 ലീഗൽ റെക്കഗ്നേഷൻ കൊടുത്തു. പിന്നെ ട്രാൻസ്ജെൻഡർ ബില്ല് വന്നു, ആക്ട് വന്നു 2019. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതൊക്കെ ഞാനൊരു ഏറ്റവും വിഷമകര, ഈ ബില്ല് ആദ്യം വന്നിട്ട് പ്രശ്നമായി കുറെ നാൾ ഇത് നീണ്ടുപോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ടി ജി ആണെങ്കിൽ ഞാനത് പ്രൂവ് ചെയ്യണമെന്ന് വന്നു. അതെങ്ങനെ പ്രൂവ് ചെയ്യണം? ഇപ്പൊ ഞാൻ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ മജിസ്ട്രേറ്റ്, അതുപോലെ തന്നെ ഒരു ഡോക്ടർ, അങ്ങനെയുള്ള കൗൺസിലർ, ഇവരുടെ മുന്നില് ഞാൻ ടി ജി ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഇന്നയാണ് കാരണം ഇന്നയാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം, ഞാനൊരു ഫീമെയിൽ ആണെന്ന് മറ്റുള്ളവരെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ, ഞാനൊരു മെയിൽ ആണെന്ന് മറ്റുള്ളവരെ മുന്നിൽ പ്രൂവ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കഷ്ടമാണത്. That is my identity. Nobody has a right to reveal that, say that I have to prove my identity. നമുക്ക് അങ്ങനെ റൈറ്റ് ഇല്ല പറയാൻ. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതൊക്കെ വന്നു. പിന്നെ അത് നീണ്ടുപോയി. അതിനുശേഷം 2019 ടി ജി പ്രൊട്ടക്ഷൻ റൈറ്റ് ആക്ട് വന്നത്. അതിൽ ഇതിങ്ങനത്തെ കുറെ ഒക്കെ ലിബറലൈസ് ചെയ്തു. അങ്ങനെ കുറെ ഇപ്പൊ നമുക്ക് ഏറ്റവും നമ്മള് 2018 നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിലേക്ക് എഴുതുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു ഓർഡർ പ്രഖ്യാപിച്ചു. എല്ലാ കോഴ്സിലേക്കും 2 കുട്ടികളെ വീതം, എല്ലാ കോഴ്സും, അതായത് ഇപ്പൊ BA എക്കണോമിക്സ്, MCOM, MA എക്കണോമിക്സ്, എല്ലാത്തിലും
എല്ലാത്തിലേക്കും 2 കുട്ടികൾക്ക് റിസർവേഷനാണ്. TG കുട്ടികൾ അപ്ലൈ ചെയ്തവർക്ക് 2 പേർക്ക് റിസർവേഷനാണ്. And I'm so happy that the first transgender person in, Calcutta University joined in my department. And it is Nandana alias Vishnu. Vishnu എന്നായിരുന്നു അവന്റെ പേര്. പിന്നെ she's a trans woman and എനിക്ക് പണ്ടേ അറിയാം. അപ്പോൾ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പല കോളേജിലും ചേർന്നു. പക്ഷെ അവിടേക്കുള്ള കളിയാക്കലും ഇതൊക്കെ കൊണ്ടുപോയി. പക്ഷെ ആ കുട്ടിയുടെ ഒറ്റ ഒരു ഇതിലും അത്രയും ഞാൻ സ്ട്രഗിൾ, ഞാനും ആ കുട്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബാബു സാർ എല്ലാവരും കൂടെ ഉള്ള ഒരു പരിശ്രമത്തിലാണ് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓർഡർ ഇഷ്യൂ ചെയ്ത് ഇപ്പൊ ആ കുട്ടി ഫൈനൽ ഇയർ ഇക്കണോമിക്സിൽ പഠിക്കുക, നമ്മുടെ ഇപ്പൊ പരീക്ഷ എഴുതിക്കാം. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2011 സെൻസസ് പ്രകാരം 39082 ആണ് നമ്മുടെ കേരളത്തിൽ ട്രാൻസ്ജെൻഡർ പോപ്പുലേഷൻ. പക്ഷെ നമുക്ക് ഷോക്കിംഗ് ആയത് എന്താ വെച്ചാല് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പും അതുപോലെ തന്നെ ജില്ലാ സംഗമം എന്നുള്ള 2 NGO ആണ്. ജില്ലാ ഇസ് ട്രിവാൻഡ്രം ബേസ്ഡ് NGO, സംഗമ ബാംഗ്ലൂർ ബേസ്ഡ് NGO ആണ്. ഇവരൊരു സ്റ്റഡി നടത്തി ത്രൂ സ്നോബോൾ സാമ്പിളിംഗ്. അപ്പോൾ സ്നോബോൾ സാമ്പിളിംഗിലൂടെ ഈ പഠനം നടത്തിയ സമയത്ത്, സ്നോബോൾ സാമ്പിളിംഗ് എല്ലാവർക്കും അറിയാം. അതായത് ഇപ്പോൾ ഒരു നമ്മൾ സെൻസസ് എടുക്കുന്ന പോലെ നമുക്ക് ട്രാൻസ്ജെൻഡറിന്റെ പോപ്പുലേഷൻ എടുക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എന്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ പറയും, എന്നോട് ചോദിക്കാൻ ട്രാൻസ്ജെൻഡർ ആണ് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്നോട് ചോദിക്കാണ്, ഇനി നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾ, അപ്പൊ ഞാൻ പറയും ഇന്ന വീട്ടിലുണ്ട്, അപ്പൊ അവിടേക്ക് പോകും. അവരിങ്ങനെ ഡയറക്റ്റ് ചെയ്ത് ഒരു പന്ത് മഞ്ഞിൽ പൊതഞ്ഞു പോകുന്നത് പോലെ മാത്രമേ നമുക്ക് ഈ ഇവരുടെയൊക്കെ കമ്മ്യൂണിറ്റി വൈസ് സാമ്പിളിംഗ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സാമ്പിളിംഗ് എടുത്തപ്പോൾ വി ആർ ഷോക്ക് ടു ഹിയർ ദാറ്റ് മോർ ദാൻ 25,000 ആണ് ഇവിടുത്തെ സാമ്പിൾ. അപ്പൊ 40,000 ആണ് UP റെക്കോർഡിക്കൽ പോപ്പുലേഷൻ. അപ്പോൾ അവിടെ നമ്മൾ 25,000, അതായത് 25,000 എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും ഒത്തിരി കൂടുതൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് 2018 ഡാറ്റയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിനെക്കാട്ടും കൂടുതൽ നമ്മുടെ ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനിങ് ആണ്. ശരിക്കും നമ്മുടെ മെയിൽ ഫീമെയിലിന്റെ ഒപ്പം വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇന്ന ഇഷ്യൂസിലൂടെ, ഹോർമോൺ ജനറ്റിക് അങ്ങനെയുള്ള പല ഇഷ്യൂസിലൂടെ വന്നിരിക്കുന്ന. സോ വി ഷുഡ് ടേക്ക് നെസറി അറ്റൻഷൻ ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം. അല്ലെങ്കിൽ എങ്ങനെ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾക്ക് ഒരു സ്റ്റേറ്റ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു, ട്രാൻസ്ജെൻഡർ സെല്ല്. നമ്മുടെ ശ്യാമേഷ് പ്രഭയൊക്കെയാണ് അതിന്റെ ഇതായിട്ട് ചീഫായിട്ട് ഇരിക്കുന്നത്. കോപ്പറേറ്റീവ് സ്റ്റാൻസ്, ഒരുപാട് ഡെവലപ്മെന്റ്സ് നമ്മുടെ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷീ ടാക്സി പോലെ ജി ടാക്സി, അങ്ങനെ റിസർവേഷൻ സ്കീം, പെൻഷൻ സ്കീം. ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് മഴവില് എന്നുള്ള പദ്ധതി വെച്ചു 5 കോടി രൂപ അതിന് ഇയർ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ തോമസ് ഐസക്കിന്റെ ലാസ്റ്റ് ബഡ്ജറ്റിനകത്ത്. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റാറ്റസ് റിപ്പോർട്ട് അത്യാവശ്യം. ഒരു പഞ്ചായത്തിൽ TG ഉള്ളത് മനസ്സിലാക്കിയാൽ മാത്രമാണ്, മാപ്പിംഗ് നടത്തിയാൽ മാത്രമാണ് നമുക്ക് ഇറ്റ് ഇസ് പോസിബിൾ ഫോർ us ടു ഡെവലപ്പ് പ്രോഗ്രാംസ്. ബഡ്ജറ്റ് വെക്കാനാണെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ഒക്കെ. അപ്പൊ സിറ്റുവേഷൻ അനാലിസിസ് അത്യാവശ്യമാണ്. അസസ്മെന്റ്, നമ്മുടെ സിറ്റുവേഷൻ അസസ് ചെയ്യണം. ബഡ്ജറ്റ്, അതുപോലെ ഔട്ട്പുട്ട്, ഇമ്പാക്ട്, എല്ലാ കാര്യങ്ങളും ഒരു പ്രോപ്പർ അനാലിസിസ് നടത്തുമ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ജെൻഡർ ലെൻസ് എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ. അപ്പൊ നമ്മൾ കുറച്ച് വർഷം മുന്നാക്കം എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് എ ജെൻഡർ ബ്ലൈൻഡ് ഡെവലപ്മെന്റ്. നമുക്ക് ഒരു 60s and 70s നമുക്കൊരു ജെൻഡർ, പക്ഷെ പിന്നെ നമ്മൾ ജെൻഡർ സെൻസിറ്റീവ് ഡെവലപ്മെന്റ്, പിന്നെ നമുക്ക് മനസ്സിലായി ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് സോഷ്യൽ ആക്ഷൻ ആൻഡ് പബ്ലിക് ആക്ഷൻ. ഓക്കെ, പബ്ലിക് ആക്ഷൻ ഇസ് എ കൺസെപ്റ്റ് വിച്ച് വാസ് പുട്ട് ഫോർവേഡ് ബൈ അമർത്യ സെന്റെ ഒരു കൺസെപ്റ്റ് ആണ് പബ്ലിക് ആക്ഷൻ. അതായത് നമ്മൾ പണ്ട് മുഖമില്ലാത്തവർ, ശബ്ദമില്ലാത്തവർ ഇന്ന് കാണുന്നു. ഓക്കെ, അതിന്റെ അമർത്യ സെൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയക്കുന്നു. ഓക്കെ, അവരിങ്ങനെ അധികാരത്തിൽ എത്തുമ്പോൾ അവർക്ക് ഒരു പ്രഷർ ഉണ്ട്, ഡൗൺവേർഡ് പ്രഷർ. എന്നെ തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ഡൗൺവേർഡ് പ്രഷർ. അതുപോലെ ഞാൻ ഇവിടുന്ന് കുറെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ഇവരെ തെരഞ്ഞെടുത്ത മുകളിലേക്ക് നമ്മളൊരു പ്രഷർ ഇങ്ങോട്ടേക്കും വെക്കും. കാരണം ഞങ്ങളാണ് നിങ്ങളെ തെരഞ്ഞെടുത്ത്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാനുള്ള കാര്യങ്ങൾ. അപ്പൊ അപ്വേർഡ് പ്രഷർ ആസ് വെൽ ആസ് എ ഡൗൺവേർഡ് പ്രഷർ. ഇവരിൽ നിന്ന് ഡൗൺവേർഡ് പ്രഷറും ഇവിടെ നിന്ന് ഒരു അപ്വേർഡ് പ്രഷറും നമ്മൾക്ക് ഒരു പബ്ലിക് ആക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ബിറ്റ്വീൻ അക്കോർഡിംഗ് ടു അമർത്യ സെൻ. ദാറ്റ് പബ്ലിക് ആക്ഷൻ ഇസ് വൺ ഓഫ് ദ ബേസിക് തിങ് ദാറ്റ് ഗീവ് വിസിബിലിറ്റി to that of gender lens. Okay, and അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സെൽഫ് എംപവർമെന്റ് ആവശ്യമാണ്. സെൽഫ് എംപവർമെന്റ് അത്യാവശ്യം. അതുപോലെ തന്നെ ഒരു സെൽഫ് എംപവർമെന്റ്, അതിന്റെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫാമിലി, സൊസൈറ്റി, ഒരു ഹ്യൂമാനിറ്റി. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ഹ്യൂമാനിറ്റേറിയൻ ആംഗിൾ. Whatever be that of the gender lens you put, treat it with that humanitarian angle. Then only the automatic development of the society will take place. അപ്പൊ നമുക്കൊരു ഗുഡ് ഗവേണൻസ് വേണമെങ്കിൽ അവിടെ റിസൾട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു ഇത് വെക്കുന്ന സമയത്ത്, ഒരു പദ്ധതി വെക്കുന്ന സമയത്ത് റിസൾട്ട് ഉണ്ടാകണം, ചേഞ്ച് പീപ്പിൾ ഓറിയന്റഡ് ആകണം, എല്ലാത്തിലും ഉപരി ഒരു കമ്മിറ്റ്മെന്റ് ഓറിയന്റഡ് ആകണം. വാട്ട് എവർ ബി ദാറ്റ് ഓഫ് ദ പ്രോജക്ട് വിച്ച് ഹസ് ബീൻ പുട്ട് ഫോർവേഡ് ബൈ ദാറ്റ് ഓഫ് ദി ഗവൺമെന്റ്. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അക്കാദമിക് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു റിസർച്ച് കമ്മ്യൂണിറ്റി, സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് വി ഷുഡ് ഹാവ് എ വിഷൻ. ഇറ്റ്സ് നോട്ട് മൈ കോട്ട്, ഇറ്റ്സ് എ കോട്ട് വിച്ച് വാസ് പുട്ട് ഫോർവേഡ് ബൈ ദ ജൊനാഥൻ സ്വിഫ്റ്റ്, ഗളിവേഴ്സ് ട്രാവൽസ്
in the author Jonathan Swift. Jonathan Swift rightly point that we should have a vision to have what is invisible to others. Then only it is possible to have a real development in the society or a community. And finally, thank you so much for inviting me to this program. താങ്ക് യു മാം. അടുത്തതൊരു ഇൻട്രാക്ട് സെക്ഷൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അഥവാ ക്ലാരിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മാമിനോട് ചോദിക്കാവുന്നതാണ്. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? Please introduce yourself and tell me. ഓക്കെ മാം, എൻ്റെ പേര് അപർണ സന്തോഷ്. ഞാൻ DC3 എക്കണോമിക്സിലെ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ മാം, മാമിൻ്റെ പ്രസൻറ്റേഷൻ എനിക്ക് വളരെ ഇഷ്ടമായി. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻസ് ആൻഡ് ഡേറ്റ. താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, എനിക്ക് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ആക്ച്വലി ക്വസ്റ്റ്യൻ അല്ല, ഒരു സജഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ റീസെൻ്റ്ലി, അതായത് പണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ എഡ്യൂക്കേഷന് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ. സോ ഇത്രയും നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന വിസ്മയ ഡൗറി കേസിൽ തന്നെ എഡ്യൂക്കേഷൻ ഭയങ്കര മീൻസ് നല്ല കൂടുതലാണ്, എഡ്യൂക്കേഷൻ നല്ലതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പ്രൈമറി സ്കൂളിൽ തൊട്ട് തന്നെ റെസ്പെക്ട് വുമൺ എന്നൊരു കോൺസെപ്റ്റും നമ്മൾ പഠിപ്പിച്ച് വിടുന്നുണ്ട്. സോ അതിന്റെ എന്താ പറയാ, അതിന്റെ ഒരു ചെറിയ അതിന്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കൗൺസിലിംഗ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു കോർഡിനേറ്റർ ആയിട്ട് ഞാൻ നിന്നിട്ടുമുണ്ട്. സോ ഇത്രയൊക്കെ നമ്മൾ കൗൺസിലിങ്ങും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കൂടി, ഇത്തരം എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് കൂടി വുമൻസിനെതിരെയുള്ള ഹരാസ്മെന്റ്സ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതുപോലെ ഡൗറി കേസസ് അങ്ങനെ കുറെ നടക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു സ്ട്രോങ് ലോയുടെ ഒരു ആബ്സെൻസ് ശരിക്കും ഇല്ലേ? അപ്പൊ ഇവിടെ ഒരു സ്ട്രോങ് ലോ ഇതിന് മീൻസ് വുമൻ ഹരാസ്മെന്റിന് അല്ലെങ്കിൽ ഇതുപോലുള്ള വുമൻസിനെതിരായിട്ടുള്ള ക്രൈംസിന് ഒരു നല്ലൊരു സ്ട്രോങ് ലോ വരണം എന്നുള്ളത്, ഒരു ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആവശ്യകതയായിട്ട് വന്നിരിക്കുകയല്ലേ? Exactly. It's true. It's a good suggestion. ശരിക്കും നമുക്ക് അത്യാവശ്യമാണ് ഒരു, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഗൾഫ് കൺട്രീസിലൊക്കെ നമുക്കറിയാം വളരെ അവരുടെ ലോ ഇസ് വെരി സ്ട്രിഞ്ചന്റ്. ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകുന്ന ക്രൈംസ് ഇസ് ഓൾസോ വെരി ലിമിറ്റഡ്, നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ലോസ് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ഞാൻ പിന്നെ അത് മാത്രമല്ല, ഈ ലോയിന്റെ ഒപ്പം തന്നെ സമൂഹത്തിൽ ഉണ്ടാകുന്ന കൾച്ചറൽ ചേഞ്ച്. ഇപ്പൊ നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ സാമൂഹ്യ സ്ഥിതി ഇസ് ബേസിക്കലി, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ സൊസൈറ്റി ഇസ് ബേസിക്കലി പാട്രിയാർക്കൽ സൊസൈറ്റി, ഒരു പിതൃമേധാവിത്വ സൊസൈറ്റിയാണ്. ഇന്നും നമ്മൾ അങ്ങനെ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ, ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ഇത് ഒരു കുട്ടി ജനിച്ച് വലുതായി അവരാണല്ലോ ഈ ആണായാലും പെണ്ണായാലും പിന്നെ ക്രൈം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പൊ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജനിച്ച് അവരെ മോൾഡ് ചെയ്യുന്ന ക്യാരക്ടർ സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇൻഫോർമേഷൻ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കിത് കുറയ്ക്കാം. അതിനോടൊപ്പം ഇപ്പൊ മോള് പറഞ്ഞതുപോലെ ഒരു സ്ട്രിഞ്ചന്റ് ലോ ഇസ് വെരി എസെൻഷ്യൽ. ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അതില് ഏറ്റവും അവസാനത്തെ ഒരു ഡയലോഗിനകത്ത് ആ കുട്ടിയുടെ ബ്രദർ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറയുമ്പോൾ ആ കുട്ടി ചോദിക്കുന്ന ഒരു ഡയലോഗ്, എന്റെ നിനക്ക് എടുത്ത് കുടിച്ചാൽ എന്താ കുഴപ്പം? ദിസ് ഇസ് ദ പ്രോബ്ലം. നമ്മുടെ ഇവിടെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. എന്താ പറയുന്നത്, നമുക്ക് ജെൻഡർ എന്നുള്ളത് ഇപ്പൊ റിമ കല്ലിങ്കലിനൊക്കെ നമുക്ക് എപ്പോഴാണ് സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നതിലുള്ള വേരിയേഷൻ, ചിലർക്ക് ജെൻഡർ എങ്ങനെയാണ് ആദ്യം മനസ്സിലാക്കി എന്നുള്ളത്. ഞാൻ ജെൻഡർ എങ്ങനെയാണ് ആദ്യം മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനും എന്റെ സിസ്റ്ററും ആണ്, രണ്ടുപേരാണ്. അപ്പൊ നമ്മള് ചെറുപ്പത്തിൽ മരിച്ചു പോകുമ്പോൾ കുട്ടികളാവുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം അമ്മ മരിച്ച എല്ലാ സ്ഥലത്തേക്കും പോകുന്ന സമയത്ത് അവര് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ മാറി നിന്ന് സംസാരിക്കണം. ആൺകുട്ടിയാണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാമായിരുന്നു, പെൺകുട്ടികളാണ് ദർ ഇസ് ഓൾസോ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി, കല്യാണം കഴിക്കാൻ കൊടുക്കണം. അതാണ് അവര് മനസ്സിലാക്കുന്നത്. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നല്ല. Automatically at that moment, even though I'm not much aware of the situation, I understood the gender at that particular moment. The gender variation ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ആ മൊമെന്റിലാണ്. അപ്പൊ സൊസൈറ്റിയിൽ നിന്നാണ് ഏറ്റവും അത്യാവശ്യം, അല്ലെങ്കിൽ വിത്തിൻ ദ ഗ്രാസ് റൂട്ട് ലെവൽ. ഐ ടോൾഡ് ഇൻ ഈച്ച് ആൻഡ് എവറി സ്ലൈഡ് ദാറ്റ് ഗ്രാസ് റൂട്ട് ലെവലിലാണ് ചേഞ്ച് വരേണ്ടത്. അത് ഫാമിലിയിൽ നിന്നാണ് ചേഞ്ച് വരുന്നത്. നമ്മളുടെ ക്യാരക്ടർ മോൾഡിങ് വരുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി അല്ലെങ്കിൽ ഷെയറിംഗ് മെന്റാലിറ്റിയാണ്. മറ്റുള്ളവരെ ഹാം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പെരുമാറ്റം നമ്മുടെ വയസ്സിൽ ഒരിക്കലും വരരുത് എന്നുള്ളത് നമ്മുടെ മക്കളെ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വളർത്തുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി അവിടെ ചേഞ്ച് വരും. ഇനി ലോന്റെ ഒപ്പം തന്നെ ഇതും കൂടെ വരണം. ലോ മാത്രമുണ്ട്, അല്ലാതെ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഫ്രം ദി സൈഡ് ഓഫ് ദ സൊസൈറ്റി, ദിറ്റ് ഇസ് നോട്ട് സോ, ദ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്. താങ്ക് യു ഫോർ സച്ച് എ സജഷൻ. Okay ma'am, thank you so much. Hello ma'am. Yeah, tell me.
ഹലോ മാം, ഒന്ന് കേൾക്കാമോ? കേക്കാം. യു ആർ അഞ്ജലീന. പേരെന്താ? നയൻതാര. പേര് നയൻതാര മാം, നയൻതാര. ഞാൻ DC3 ഇക്കണോമിക്സ് സ്റ്റുഡന്റ് ആണ്. മാമിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. അപ്പൊ ക്ലാസ് കേട്ടോണ്ടിരുന്നപ്പം എനിക്ക് എന്റെ മനസ്സിൽ ഉയർന്നു വന്നൊരു ചോദ്യമാണ് ഞാൻ മാമിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, എനിക്കൊരു സൊല്യൂഷൻ പോലെയാണ് മാം ഒരു ആൻസർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സൊല്യൂഷൻ പോലെ പറയണമെന്ന് എനിക്ക് അറിയാവുന്ന ആക്ച്വലി അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷേ എന്നിരുന്നാൽ കൂടെയും ഇപ്പൊ ഡൗറി കേസസ് എടുത്തു പറയുകയാണെങ്കിൽ വിസ്മയ പോലുള്ള ഒരുപാട് പെൺകുട്ടികള് ഇപ്പൊ ഡൗറി കേസസിന്റെ ഇരയായിട്ടുണ്ട്. അത് മാത്രമല്ല, 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഫിസിക്കലി ആൻഡ് മെന്റലി ഒരുപാട് ഹറാസ്മെന്റ്സ് നേരിടുന്നത് ഞാൻ ന്യൂസ് പേപ്പറിലൂടെയും അല്ലാതെ സോഷ്യൽ മീഡിയ സൈറ്റ്സിലൂടെ ഒരുപാട് റീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യത്തിലൊരു അൺഈക്വലൈസിങ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് ഞാൻ പറഞ്ഞാല് അത് ശരിയാണോ അല്ലയോ എന്നും മാം പറയണം. അത് മാത്രമല്ല, നമുക്കിതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. മീൻസ് ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് പെട്ടെന്ന് പറ്റില്ലെങ്കിലും മാമിന്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും ഈ ഒരു ഇതിനെ കണ്ടൊരു സൊല്യൂഷൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് സൊല്യൂഷൻ ആയിരിക്കും കൊടുക്കാൻ കഴിയുക? ഇതാണ് എന്റെ ചോദ്യം. അൺഈക്വലൈസിംഗ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എനിക്ക് മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ക്ലിയർ. അൺഈക്വലൈസിംഗ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? മാം, അതായത് ഇപ്പൊ ഒരു ജെൻഡർ ഇക്വാലിറ്റീനെ അനീതിയായിട്ടുള്ള രീതിയിലാണല്ലോ ഇപ്പൊ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം, സൊസൈറ്റിയിലെ കാര്യങ്ങളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫിസിക്കലി മെന്റലി ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുക എന്ന് പറയുമ്പോൾ അത് ഒരു എന്താ പറയുക, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതുപോലെ തന്നെ പെൺകുട്ടികളായിക്കോട്ടെ ഡൗറി കേസസിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുക, പല പെൺകുട്ടികളും ഇത് നേരിടുന്നുണ്ട്. അതവർ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പലരും ഇത് പുറത്തു പറഞ്ഞത് അവരുടെ മരണത്തിലൂടെയാണ് നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ആണ് എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്. ഇതിനെ പറ്റിയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി എന്താണ് ചേഞ്ച് വേണ്ടതെന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് മോള് പറഞ്ഞ കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി. അതായത് ഇവരിങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നോട് ചോദിച്ചത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അതായത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് ഓവർകം അതാണ് ഉദ്ദേശിച്ചത്. അതായത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എഡ്യൂക്കേഷൻ ഉള്ളവരെ തന്നെ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ പബ്ലിക്കലി കേൾക്കുന്നുണ്ട്, നമ്മൾ സൊസൈറ്റിയിൽ കേൾക്കുന്നുണ്ട്, റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ കുറവ് മൂലമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായതുകൊണ്ടാണോ? ഇതൊക്കെയാണ് എന്റെ ചോദ്യം. ഒരേ ഒരു ഉത്തരം മാത്രം വളരെ ഫ്രാങ്ക് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ബേസ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ പ്രശ്നമാണ് ഏറ്റവും ബേസ്. നോക്ക, നമ്മൾ എത്ര പേര് ഇപ്പോഴും ഈ ജസ്റ്റ് ഇവരുടെ ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന കല്യാണങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും നമ്മുടെ കുട്ടികളെ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കാതെയോ അല്ലെങ്കിൽ ഡൗറി എന്നുള്ള പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ, വസ്തുവകകൾ കൊടുക്കാതെയോ കല്യാണം കഴിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു കൊല്ലമാണ് സൂയിസൈഡ് ഹബ് എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കൊല്ലത്തിലാണ് നമുക്ക് ഈ ഡൗറി കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. അവിടെ മാത്രമല്ല ഞാൻ ഈ പട്ടാമ്പി എന്താ പറയുക തൃശ്ശൂർ കോളേജിലേക്ക് ട്രാൻസ്ഫർ വരുന്നതിന് മുമ്പ് ഞാൻ പട്ടാമ്പി കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ പട്ടാമ്പി കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം മെജോറിറ്റി ഉള്ള ഏരിയ ആണ്. മോർ ദാൻ 95% മുസ്ലിം കമ്മ്യൂണിറ്റി. അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ മാത്രമല്ല നേരത്തെ വിവാഹങ്ങൾ കഴിയുക, അവിടെയുള്ള എല്ലാ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലും ഒരേ സമയത്താണ്. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഇത്രയും നാള് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം മക്കൾക്ക് കൊടുത്തു, കല്യാണം അല്ലെങ്കിൽ ആ കുട്ടീനെ കല്യാണം കഴിച്ചിട്ട് നമുക്ക് സമാധാനമായല്ലോ. ഈ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എന്റെ ഫാമിലിയിലും ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കുന്നത് പോലെ എന്റെ ആ കുട്ടിക്ക് അവിടെ എത്ര പവൻ കൊടുത്തു, ഇത്ര പവൻ കൊടുത്തു, ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫാമിലിയുടെ അകത്ത് എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞാലും ഏറ്റവും അത്യാവശ്യമായിട്ട് ചേഞ്ച് വരേണ്ടത് ഫാമിലിയുടെ അകത്തു നിന്നാണ്.
ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വീട്ടിലേക്ക് വെറുതെ ഒന്ന് നോക്കാം. ഏറ്റവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നത് ആരാണ് അവിടെ? ഇപ്പൊ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? അടിച്ചു വാരുന്നതും ബാത്റൂം ക്ലീൻ ചെയ്യുന്നതും മിറ്റം ഇതെല്ലാം ഒരുമിച്ചാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രദർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബ്രദറും നിങ്ങളും കൂടെ ഒരുമിച്ചാണോ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്? ആ ബ്രദറിനെ നിങ്ങളെ പോലെ തന്നെയാണോ ട്രീറ്റ് ചെയ്ത് വളർത്തുന്നത്? അപ്പൊ ഒന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഒരിക്കലും ഒരു തെറ്റ് പറ്റില്ല. ആ കുട്ടികളുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റില്ല. നേരെ മറിച്ച് നേരെ ഓപ്പോസിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു ഇൻഫോർമേഷൻ, കുട്ടികളിലേക്ക് എത്തുന്ന ഇൻഫോർമേഷൻ വേറെ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ ഭാവിയിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ ഞാൻ മറ്റു ആൾക്കാരെക്കാട്ടും ഒരു സുപ്പീരിയർ എന്നുള്ള മെന്റാലിറ്റിയിലായിരിക്കും വളർന്നു വരിക. എന്തൊക്കെ പറഞ്ഞാലും ആ സാമൂഹ്യ വ്യവസ്ഥിതിയിലുള്ള ചേഞ്ച് തന്നെയാണ് നമുക്ക് വേണ്ടത്. എഡ്യൂക്കേഷൻ കൊടുത്തിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടി ഇപ്പൊ വിസ്മയ ഇത് സൂയിസൈഡ് ആണോ അല്ലെങ്കിൽ കൊലപാതകം ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടെ, പോലീസാണോ അതൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ ആ കുട്ടിക്ക് ഇത്രയും എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും ഇപ്പൊ സൂയിസൈഡ് ആണെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് സൂയിസൈഡ് ചെയ്തത്? ആ കുട്ടി ധൈര്യപൂർവ്വം പുറത്തേക്ക് ഇറങ്ങി വരണമായിരുന്നു. അപ്പൊ പറയാം ആ കുട്ടിയുടെ ഫാമിലി സപ്പോർട്ട് ചെയ്തില്ല. ഇത്രയും പഠിച്ചൊരു കുട്ടിയല്ലേ. അപ്പൊ ആ കുട്ടിക്ക് എന്തുകൊണ്ട് ഒരു ചെറിയ ജോലി സംഘടിപ്പിച്ച് ഒറ്റയ്ക്ക് ആ ഒരു ബോൾഡ്നെസ് ആണ് നമ്മുടെ കുട്ടികൾ കാണിക്കേണ്ടത്. എനിക്കൊരു പ്രശ്നം വരുമോ വരില്ലേ എന്നല്ല, വന്നാൽ അതിനെ ബോൾഡായിട്ട് നേരിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ ജീവിച്ച് കാണിക്കാണ് വേണ്ടത്. അത് ആത്മഹത്യ ചെയ്യാൻ എല്ലാവർക്കും പറ്റും, ജീവിച്ച് കാണിക്കാനാണ് മിടുക്ക് വേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു എല്ലാത്തിലും ഉപരി സെൽഫ് എംപവർമെന്റ് ആണ് വേണ്ടത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 2018 ലോകം കീഴടക്കിയ 100 വനിതകൾ എന്നുള്ള രീതിയിൽ BBC ഒരു ഇത് പുറത്തിറക്കി. അതില് കേരളത്തിൽ നിന്ന് തുന്നൽ തൊഴിലാളിയായിട്ടുള്ള പി വിജിയാണ് വന്നത്, കോഴിക്കോട് മിഠായി തെരുവിലുള്ള. എന്തുകൊണ്ട് പി വിജി വന്നു എന്നതിനെ കുറിച്ചിട്ട് വളരെ ലേഖനങ്ങളൊക്കെ വന്നിരുന്നു. ഓക്കെ, അപ്പൊ വിജി എന്താ അത് ഒരു പെൺകുട്ടി എന്നുള്ള ഒരു അസംഘടിത തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അവര് മറ്റേ ഇരിപ്പ് സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നല്ല പറഞ്ഞത്. അപ്പൊ എന്തിനാണ് വിജി? അപ്പൊ വിജി പറഞ്ഞു, ഞാൻ ജനിച്ചപ്പോ എന്റെ വീട്ടിൽ 5 മക്കളായിരുന്നു. എന്റെ അച്ഛൻ ഒരു തൊഴിലാളി അമ്മ ഇതായിരുന്നു. അച്ഛൻ എല്ലാ ദിവസവും കുടിച്ചിട്ടാ വരും. അപ്പൊ അച്ഛൻ വരുമ്പോ അച്ഛൻ അമ്മോട് പറയുന്ന ഒരു ഡയലോഗാണ്, എന്താ കുടിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ്, എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കര ടെൻഷനാണ്, നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പോലത്തെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരുടെ വീട്ടിൽ എന്നും സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഭക്ഷണം കഴിക്കാൻ പോലും സ്വസ്ഥതയില്ല. അങ്ങനെ ഒരു ദിവസം നക്സൽ അജിത്ത് അവരുടെ കോളനി വന്ന സമയത്ത് ഇവരുടെ അച്ഛനും അവരുടെ അതുപോലെ ആ ഒരു കമ്പനിയിലുള്ള ആൾക്കാർ, അതായത് ഇവരൊരു സ്മോളറി കമ്പനിയിലുള്ള ആൾക്കാരൊക്കെ കൂടി ഇവരുമായിട്ട് ഡീൽ ചെയ്യുന്നത് വളരെ റെസ്പെക്റ്റോട് കൂടി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ആണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി അവരുടെ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ബോൾഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട്. അപ്പൊ പറഞ്ഞു, ഒരു വ്യക്തി ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവോട് കൂടി കൃത്യമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പരമാവധി വരില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ലോയുടെ പ്രശ്നങ്ങൾ ആദ്യം സംസാരിച്ച മോള് പറഞ്ഞു, ലോയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ ശരിയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബേസ് ചേഞ്ച് വന്നാൽ മാത്രമാണ് നമുക്കിവിടെ കൃത്യമായിട്ടുള്ള, അതായത് സൊസൈറ്റിയിൽ ആ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ചേഞ്ച് വന്നാൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ദാറ്റ് ഷുഡ്. നമ്മൾ ഇപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മ വീട്ടിൽ ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സുകൾ, എന്റെ തന്നെ ചില ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടുണ്ടാവും, ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ ഗേറ്റ് വരെ മതി കേട്ടോ, ഇങ്ങോട്ട് വരുമ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് ജെൻഡർ ഇക്വാലിറ്റി വേണ്ട. ഓക്കെ, ഇതുപോലെ നിങ്ങൾ പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ പറയാം, നമുക്ക് പഠിച്ച് ജോലി കിട്ടി എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾ പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കാം. അല്ലെങ്കിൽ കല്യാണം അല്ലല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യം, വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസം കിട്ടുക മാത്രമല്ല, ഇക്കണോമിക് എംപവർമെന്റ് നേടി സ്വന്തം ഒരു പ്രശ്നം വന്നാൽ, എന്റെ അച്ഛനോ അമ്മയ്ക്കോ ഒരു പ്രശ്നം വന്നാൽ, എനിക്കൊരു പ്രശ്നം വന്നാൽ, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കല്യാണം ഇസ് കൺസിഡർ ടു ബി എ സെക്കൻഡറി മാറ്റർ. കല്യാണം കഴിക്കണമെന്നല്ല, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഫാമിലിയുടെ ഇഷ്ടം, അതൊക്കെ ഡിപ്പെൻസ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഈ കാര്യങ്ങളാണ്. അതിനുള്ള ചേഞ്ച് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഫാമിലി ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഡൗറിയായിട്ട് ബന്ധപ്പെട്ട ഒരു ടോക്ക് വെച്ചപ്പോ അതിൽ പങ്കെടുത്ത ഒരു കുട്ടി പറഞ്ഞതാണ്, എന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് ഒരു ഡയലോഗാണ്, നിനക്ക് ഞാൻ തരുന്ന സ്വർണം എന്ന് പറഞ്ഞാൽ നിനക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെടുത്ത് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങിക്കോ. നോക്കുക, അവിടെ ഡൗറി പോസിറ്റീവായി. കാരണം പോസിറ്റീവായി ഇൻ ദ സെൻസ് ആ കുട്ടിക്ക് അത് ഉപയോഗിച്ച് ഒരു ബിസിനസ് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് അവർ കൊടുക്കുന്നത്. പിന്നെ അവർ ഉപയോഗിക്കുന്നത് ഡിപ്പെൻസ്, പക്ഷെ അവർ കൊടുക്കുന്ന രീതി അങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ ഇത് ഭർത്താവിന് കൊടുക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിന് വീട്ടുകാർക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിലല്ല. എന്റെ മകൾക്ക് ഒരു പ്രശ്നം വന്നാൽ എന്റെ മകളുടെ പേരിൽ തന്നെ ലോക്കറിൽ വെക്കുന്നു, ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ ഫാമിലി ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്റെ മകൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഒരു ബിസിനസ്സോ എന്താ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാരന്റ് പറഞ്ഞതാണ്, ഒരു കുട്ടി നമ്മളോട് ഇതുപോലെ ഓപ്പൺ ഇതിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ചേഞ്ച് ഷുഡ് ബി കെയിം ഫ്രം ദ ബേസ് ഇറ്റ് സെൽഫ്. താങ്ക് യു.
താങ്ക് യു മാം. Okay. ഹലോ മാം, Yeah. എൻ്റെ പേര് ആതിരയാണ്. ഞാൻ MA ആ, ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. പറയൂ അതിര. ഓക്കെ മാം, ഇപ്പോൾ ഈ ഡൗറിയുടെ കേസാണ് ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ. ഇപ്പോൾ ഈ ഒരു കേസ് 1961 തന്നെ നമ്മുടെ ഡൗറി സിസ്റ്റം ഇന്ത്യൻ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം നമ്മൾ ഓൾറെഡി ഇന്ത്യ ബാൻ ചെയ്തതാണ്. റീസെൻ്റ്ലി പാകിസ്ഥാനും ഇതുപോലെ ബാൻ ചെയ്തതാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ആ ഒരു ഇതിൽ അവർ പറയണത് തന്നെ നിക്കാനമ എന്ന പറഞ്ഞ ബ്രൈഡ് വരുന്നത് തന്നെ ജസ്റ്റ് ഒരു ക്ലോത്ത് മാത്രമാണ് അവർ കൊടുക്കാൻ, അതായത് ബ്രൈഡിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ. അതുപോലെ ഇന്ത്യയിൽ 304(b)യും അതുപോലെ 498(a) പ്രകാരം ആക്ട് പ്രകാരം ഇതൊക്കെ ഡൗറിയുടെ ഒരു പ്രൊഹിബിഷൻ ആക്ടായിട്ട് ബാൻ ചെയ്തേക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഇന്ത്യയിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 5 year ആയിട്ടുള്ള ഒരു പണിഷ്മെന്റും അതുപോലെ തന്നെ 10,000 രൂപ പിഴയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ നേരത്തെ അപർണ എന്നൊരു കുട്ടി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ മാം പറഞ്ഞ പോലെ ഗൾഫ് രാജ്യങ്ങളെ പോലുള്ള സച്ച് ലോ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലോ ഇവിടെ ഇന്ത്യയിലില്ല. അതിപ്പോ വുമൺ ഹാരാസ്മെന്റ് ആയാലും റേപ്പിംഗ് ആയാലും ഈ പറഞ്ഞ ഡൗറി ആയാലും. അപ്പൊ അതിന്റെ ഒരു സ്പെസിഫൈ ഇപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ് ഉണ്ട്, കേരളത്തിലും ഉണ്ട്, ഇന്ത്യയിലുണ്ട്. പക്ഷെ അവരുടെ കാര്യം വരുമ്പോൾ ഇപ്പൊ എന്റെ കേസ് തന്നെ നെക്സ്റ്റ് മന്ത് എനിക്ക് കല്യാണമാണ്. അപ്പൊ ഡൗറി എന്ന് പറയുമ്പോൾ അവിടെ ഡൗറി വേണ്ടാന്ന് പറയുമ്പോൾ തന്നെ പക്ഷെ നമുക്ക് ഫാമിലി അതൊരു കൾച്ചർ ബേസ്ഡ് ആയിട്ട് വളർന്നുകൊണ്ട് വന്നിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അത് വേരോടെ പിഴുതെടുക്കാനും പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ സച്ച് എ ഫാമിലി മൊത്തത്തില്. അപ്പൊ ഇങ്ങനത്തെ ഒരു ലോ കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ ഇപ്പൊ 3 പേര് പറയുമ്പോൾ ഓക്കെ ഫൈൻ, അവരങ്ങനെ മരിച്ചുപോയി, ആ കൊച്ചു മരിക്കണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയും. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്? അതാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി അങ്ങനെയാണ്. ഇപ്പൊ കല്യാണം കഴിക്കുമ്പോ ഇപ്പൊ മോളുടെ കല്യാണം അടുത്ത മാസം എന്ന് പറഞ്ഞു, ഗോൾഡ് കാര്യങ്ങളൊക്കെ തരാതെ തന്നിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്? ഐ തിങ്ക് സോ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ആയിരിക്കാം മേ ബി. ഭൂമിന്റെ ഫാമിലി വേണ്ടാന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഡൗറി. പക്ഷെ നമ്മുടെ ഫാമിലി അങ്ങനെ കൊടുക്കണ്ടേ എന്നൊരു രീതിയിൽ കൾച്ചർ ബേസിലാണ് പറയുന്നത്. സാധാരണ ഇപ്പൊ നമ്മുടെ കുട്ടികളെ കല്യാണം കഴിച്ചു വിടുമ്പോ എന്തുകൊണ്ട് അവർ ആ കുട്ടിക്ക് ഇങ്ങനെ ഗോൾഡ് കൊടുക്കണതിന് പകരം ആ കുട്ടിയുടെ പേരിൽ പൈസ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ആ കുട്ടിയുടെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങിക്കൊടുക്കുക, അങ്ങനെയൊക്കെയാണെങ്കിൽ ആ കുട്ടി എന്നുള്ള അല്ലെങ്കിൽ ആ പോകുന്ന കുട്ടിക്ക് അതൊരു ബെനിഫിറ്റ് അല്ലേ? വേറെ ഇപ്പൊ ഒരു നേരെ മറിച്ച് ഒരു ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്കിപ്പോ മോള് കല്യാണം കഴിഞ്ഞ് പോയാലും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ജോലി എങ്ങനെ പോയാലും സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. നല്ല ഫാമിലി ആയിരിക്കാം, എല്ലാം നല്ല ഫാമിലീസ് ആണ്. പക്ഷെ നമുക്ക് പ്രശ്നങ്ങൾ എപ്പോഴാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കട്ടെ, എല്ലാം നല്ല രീതിയിലായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ജോലി സംഘടിപ്പിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പ്രസന്റ് ചെയ്തപ്പോൾ പറഞ്ഞു നെഡ്ജസും കാസ്കേഡിങ് ഇഫക്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞു. ഈ ഹേർട്ട് ബിഹേവിയറിൽ തന്നെ പറയുന്നത് നമ്മളിത് പലരോടും പറയുമ്പോൾ അത് പലരിലേക്ക് എത്തുമ്പോൾ ഈ പോളിസി മേക്കേഴ്സ്, നമ്മളല്ലല്ലോ ഈ പോളിസി മേക്കേഴ്സ് തന്നെ ഇത് നമ്മൾ ഈ നിയമം കൊണ്ടുവരാൻ പറയുമ്പോൾ ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഇവിടെ പെട്രോൾ വില ഭയങ്കരമായിട്ട് കൂടാണ്. എക്കണോമിക്സ് ആയതുകൊണ്ട് പറയട്ടോ, പെട്രോൾ വില ഭയങ്കരമായിട്ട് കൂടാണ്. ഈ പെട്രോൾ എന്താണ്? ഇപ്പൊ പെട്രോൾ വില 100 രൂപ കടന്നു. ഒരു ഇക്കണോമിക് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ എന്താണ് പെട്രോൾ വില എന്നൊന്ന് പറയൂ? വെറുതെ പറയും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ എന്താണെന്നൊന്ന് പറയാമോ? എങ്ങനെയാണ് പെട്രോൾ വില ഫിക്സ് ചെയ്യുക? പെട്രോൾ വില ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിനകത്ത് അവരുടെ ബേസ് ലൈൻ പ്രൈസ് ആയിരിക്കും, ഞാൻ പോകില്ല, അവര് ക്രൂഡ് ഓയിലിന് വെച്ചിരിക്കുന്ന ഫോർ എക്സാമ്പിൾ 38 രൂപയാണെന്ന് വിചാരിക്കുക. ഈ 38 രൂപ നമ്മൾ ഇവിടെ വന്നു, റിഫൈനിങ് പ്രോസസ് എല്ലാം കഴിഞ്ഞ് 38 രൂപ. ഇത് കഴിഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന എക്സൈസ് അതൊരു 33 രൂപ, 33 ചില്ലറ, അങ്ങോട്ടൊക്കെ വേദി ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന 28 ചില്ലാൻ രൂപ, 28 അത് അങ്ങോട്ടും വ്യത്യാസം. ഓക്കെ. പമ്പ് ഉടമകളുടെ കമ്മീഷൻ, ഡീലർ കമ്മീഷൻ 3.75 രൂപ. ഇത്രയും കാര്യങ്ങൾ കൂട്ടിക്കഴിഞ്ഞപ്പോൾ 100 രൂപയിൽ ജാസ്തിയായി പെട്രോൾ അടിക്കാൻ. നമ്മളൊന്നും ആലോചിച്ചോക്കാം, ടീച്ചേഴ്സ് എല്ലാവരും നമുക്ക്, അല്ലെങ്കിൽ വീടുകളിലാണെങ്കിലും നമ്മൾ സ്കൂട്ടറിലാണെങ്കിലും അതുപോലെ തന്നെ കാറിലാണെങ്കിലും പെട്രോൾ അടിക്കുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു 12,000 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരും. എന്തുകൊണ്ട് പെട്രോൾ വില ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സെൻട്രൽ നികുതി, സ്റ്റേറ്റ് നികുതി, ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര രൂപ വരും വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 100 രൂപയായി വെച്ചാൽ 101 ഞാൻ കഴിഞ്ഞ ദിവസം പെട്രോൾ അടിക്കുന്നു. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം, എന്തുകൊണ്ട് പെട്രോൾ വില കുറയുന്നില്ല?
ഒറ്റൊരു കാര്യം, പെട്രോൾ എന്തുകൊണ്ട് GSTയുടെ കീഴിൽ കൊണ്ടുവരുന്നില്ല? GSTയിൽ ഏറ്റവും കൂടുതൽ വെക്കാവുന്ന റേറ്റ്, ഇപ്പൊ എക്കണോമിക്സ് ആയതുകൊണ്ടാട്ടോ ഞാൻ ഇതൊക്കെ ഇവിടെ പറയുന്നത്, ജെൻഡർ ആയതുകൊണ്ടല്ല കേട്ടോ. പെട്രോൾ ഏറ്റവും കൂടുതൽ വെക്കാവുന്ന നമ്മുടെ ലക്ഷറി ടാക്സ് എന്നുള്ള രീതിയിൽ 28% നമ്മൾ വെക്കാൻ പറ്റുന്ന, ഐ മീൻ പെട്രോളിന് വെക്കാൻ GSTയിൽ ഹയസ്റ്റ് വെക്കുന്ന സ്ലാബ് 28%. അപ്പൊ നമ്മള് ഈ 38 രൂപ അവിടെ നിന്ന് വരുന്ന പൈസയും ഈ 28% GST കൂടെ കൂടി വന്നാൽ നമ്മൾ 60 രൂപ 65 രൂപയുടെ ഉള്ളിൽ നമ്മുടെ പെട്രോൾ വില നിൽക്കും. പക്ഷെ എന്തുകൊണ്ട് GSTനകത്ത് ഇത് വരുത്തുന്നില്ല? കാരണം GSTനകത്ത് ഇത് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് കോടികളുടെ നഷ്ടമാണ് വരിക. 0.4% ആണ് GDP കുറയുക ഈ രീതിയിൽ വരുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് കൃത്യമായിട്ടുള്ള, അതായത് നമ്മൾ ഒരു GSTയുടെ കീഴിൽ കൊണ്ടുവരണം അങ്ങനെയുള്ള രീതിയിലൊക്കെ പലതും പറഞ്ഞാലും കൊണ്ടുവരുന്നില്ല. അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ലാഭമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലേക്ക് കൊണ്ടുവരുന്നേ ഇല്ല. ഇതേപോലെ തന്നെയാണ് നമ്മൾ പലരും പറയും ചെയ്തതാണ് നല്ലതെന്ന് പറയും. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആരാണോ എന്താണോ പോളിസി മേക്കേഴ്സ്, അവരും കൂടി ഇതിനകത്തേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. Thank you. Thank you. ബോറടിച്ചോ കുറെ നേരമായപ്പോ? ഇല്ല മാം. If there is no more doubts, we can conclude. മാം, ദാറ്റ് വാസ് അമേസിംഗ്. ജെൻഡർ പോലെ ഒരു വലിയ ടോപ്പിക്കിനെ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചുരുക്കി സിനിമയിലെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളൊക്കെ വെച്ച് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹത്തില് ജെൻഡറിനെ ഹ്യൂമാനിറ്റിയുടെ അടിസ്ഥാനത്തിൽ നോക്കി കാണണം എന്ന് പറഞ്ഞത് ഒരു പുതിയ ബ്യൂട്ടിഫുൾ മെസ്സേജ് ആയിരുന്നു. Your words really helped us to gain more insight on the gender lens and its importance. Thank you, ma'am. Thank you so much from the bottom of our heart. Now, to conclude, we have Harikrishna T. Zoman, student of DC3 Economics, with the vote of thanks. Hello. Good afternoon, everyone. കാർഡി ശ്രീശങ്കര കോളേജിലെ ഈ വർഷത്തെ എക്കണോമിക്സ് അസോസിയേഷൻ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കോവിഡിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഓൺലൈൻ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിന്റെ തുടക്കമായി കഴിഞ്ഞ മാസം പരിസ്ഥിതി ദിനത്തോട് സംബന്ധിച്ച് വളരെ ഭംഗിയായി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓൺലൈനായി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇനിയും ഇതുപോലെ നല്ല നല്ല പരിപാടികൾ നടത്താൻ കഴിയട്ടെ എന്ന് എല്ലാവരെയും ആശംസിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനും നമ്മുടെ ഏതൊരു പരിപാടിക്കും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് സാറിന് ഏവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ അച്യുത മേനോൻ ഗവൺമെന്റ് കോളേജിലെ ഇപ്പോഴത്തെ എക്കണോമിക്സ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് HODയും അസിസ്റ്റന്റ് പ്രൊഫസറും ആയ ഡോക്ടർ രമ്യ ടീച്ചർ വളരെ ഭംഗിയായി നമുക്ക് ഇന്ന് ജെൻഡറിനെ പറ്റി ക്ലാസ് എടുത്തു തന്നിരിക്കുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ സമൂഹത്തിൽ ജെൻഡർ ഇൻഇക്വാലിറ്റി ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജെൻഡർ എന്ന വിഷയം നമ്മുടെ എക്കണോമിക്കിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നും കൂടി തന്നെയാണ് ജെൻഡർ ഇഷ്യൂ. ഇന്ന് എല്ലാ സമൂഹവും സുസ്ഥിര വികസനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെൻഡർ എന്ന വിഷയത്തെ അവഗണിച്ച് നമുക്ക് നല്ലൊരു സാമ്പത്തിക ഭാവി കാണാൻ സാധിക്കില്ല. ജെൻഡർ എന്ന വിഷയം അതിന്റെ ആവശ്യകതയെ പറ്റിയും അതെങ്ങനെ നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്നു, നമ്മൾ എങ്ങനെ അതിനെ സമീപിക്കണം എന്ന് പറഞ്ഞു തന്ന് ഈ പരിപാടിയെ പൂർണ്ണതയിൽ എത്തിച്ച ഡോക്ടർ രമ്യ ടീച്ചർക്ക് ശ്രീശങ്കര കോളേജിന്റെ പേരിലും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. മാം, താങ്ക് യു വെരി മച്ച്. Thank you so much. ഇതുപോലുള്ള നല്ല നല്ല പരിപാടികൾ സംഘടിപ്പിക്കുവാൻ മുൻകൈ എടുത്ത ഞങ്ങളുടെ HODയും നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീജ ടീച്ചർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തിയ നമ്മുടെ സ്വന്തം ഡോക്ടർ ഗീത ടീച്ചർക്കും ഏവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിലെ പ്രാർത്ഥനയ്ക്ക് തയ്യാറായ അന്ന മരിയയ്ക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കുചേർന്ന മറ്റു എല്ലാ അധ്യാപകർക്കും എല്ലാ കൂട്ടുകാർക്കും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ നിന്നു നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Hari. With that, we come to the end of the ceremony. Once again, thanking you all for being here with us. Have a great day.
ഓക്കെ, താങ്ക് യു രമ്യ.